ശരിക്കും എങ്ങനെ നിങ്ങളൊരു സ്റ്റോറി പറയണം, എങ്ങനെ നിങ്ങൾ ഇതിലേക്ക് എത്തിയത് എന്നുള്ള കോളേജ് കാലഘട്ടത്തിൽ തുടങ്ങിയാന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഫ്രാഞ്ചൈസി എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നുള്ളതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഫാസ്റ്റായിട്ട് നമ്മളെ ബ്രാൻഡിനെ എല്ലാവരിലേക്കും എത്തിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രാഞ്ചൈസി ആണ് ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ആസ് എ പാരൻറ്റ് ഞാൻ ഇപ്പോൾ ഹാപ്പൻ ഹോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്നെ അട്രാക്ട് ചെയ്യുന്ന എന്താണ് ശരിക്കും ഹാപ്പൻ ഹോപ്പിൽ ഉണ്ടാവുക എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണത് പറയാൻ പറ്റും? കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ തൊടുപുഴ നമ്മളെ സ്റ്റോർ വരുന്നുണ്ട്, ഇടുക്കി ഡിസ്ട്രിക്റ്റ് ആണ്. അവിടെ ഈ പറയുന്ന പോലെ ബേബി ഹഗ് നല്ലൊരു ബ്രാൻഡാണ്, ഫസ്റ്റ് ക്രൈ വലിയ ബ്രാൻഡാണ്. പക്ഷെ എന്നാൽ പോലും കസ്റ്റമർ ഭയങ്കര ഹാപ്പിയാണ്. ഫ്രാഞ്ചൈസി എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് അറിയേണ്ടത് നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാനാണ് അറിയേണ്ടത്. ഒരു ഹാപ്പൻ ഹോപ്പിൻ്റെ ഒരു ഫ്യൂച്ചർ എന്തൊക്കെയാണ് പ്ലാൻ വരുന്നത്. പ്ലാനാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ എത്തും. ഞങ്ങൾ എന്തായാലും ഔട്ട് ഓഫ് ദി സ്റ്റേറ്റ് ഞങ്ങൾ പോകണം. നമ്മൾ ഈ ബിസിനസ് കൺസൾട്ടിങ്ങിൻ്റെ പാർട്ടായിട്ട് ഡെയിലി ഒരുപാട് ആൾക്കാരായിട്ട് സംസാരിക്കാറുണ്ട്. ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഒരുപാട് നമ്മളെ സൊസൈറ്റിയിലുണ്ട്. അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള ഇൻട്രസ്റ്റ് നല്ലോണം ഉണ്ടാവും. പുതിയ ബിസിനസ്സുകൾ ചോദിച്ച് വരുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഉള്ളിലുള്ളൊരു ആഗ്രഹമായിരിക്കും പുതിയതായിട്ട് ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരണം എന്നുള്ളത്. ഇങ്ങനെ വരുന്ന ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കലാണ് നമ്മളെ ഒരു വർക്ക് വരുന്നത്. ഫ്രാഞ്ചൈസ് മീഡിയ എന്ന് പറഞ്ഞ കമ്പനി നമ്മൾ ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാണ്. ഫ്രാഞ്ചൈസി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ബ്രാൻഡുകൾ. അതേപോലെ തന്നെ ഫ്രാഞ്ചൈസി എടുക്കാൻ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇവരെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു കോർഡിനേഷൻ ആണ് നമ്മൾ ശരിക്കും ചെയ്യുന്നത്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഇതുപോലെ ഒരു 2 ഫ്രണ്ട്സ് സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ് കൺസെപ്റ്റാണ്. കോളേജ് കാലഘട്ടത്തിൽ അവരൊരു മനസ്സിൽ തോന്നിയൊരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് അത് മാർക്കറ്റിലേക്ക് അവർ ലോഞ്ച് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇപ്പം അത് നല്ല രീതിയിലേക്ക് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ എസ്റ്റാബ്ലിഷ് ആയ ഒരു കിഡ്സ് വെയർ ബ്രാൻഡാണ്. ഹാപ്പൻ ഹോപ്പ് എന്നാണ് ആ ബ്രാൻഡിൻ്റെ പേര്. 2 ഫ്രണ്ട്സ് കൂടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. റംഷു ആൻഡ് ബദറു 2 പേരും ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഈ ഫ്രാഞ്ചൈസി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇവരുടെ അടുത്തു നിന്നുള്ള ഒരു ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടും. ആ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ടും അവരൊരു സ്റ്റോറിയും അവരെങ്ങനെ ഈ ബ്രാൻഡ് ഈ ലെവലിലേക്ക് എത്തിച്ചു എന്നുള്ളതും നെക്സ്റ്റ് അവരെ ഒരു ഫ്യൂച്ചർ പ്ലാനുകൾ എന്താണെന്നൊക്കെ നമുക്ക് സംസാരിക്കാം. വെൽക്കം ബദറു ആൻഡ് റംഷു. താങ്ക് യു. അപ്പം നമ്മൾ ശരിക്കും ഒരു 1 year മുമ്പ് പരിചയപ്പെട്ടാണ് അല്ലേ? 1 year മുമ്പ് പരിചയപ്പെട്ടു. നമ്മൾ ലാസ്റ്റ് ഒരു 6 monthോളായി നമ്മൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്ക് ഒരുപാട് ആൾക്കാരായിട്ട് നമ്മളിങ്ങനെ ഡെയിലി ഇൻട്രാക്ഷൻ ചെയ്യുന്നതുണ്ട്. കൺസൾട്ട് ചെയ്ത് തന്നെ നമുക്ക് ഒരുപാടൊരു അബോവ് 100 ബ്രാൻഡ്സുകൾ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ലെവലിൽ നോക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഓരോ ബ്രാൻഡിനും അതേപോലെ ഓരോ ഓണ്ടർപ്രണേഴ്സിനും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. എപ്പോഴും അത് ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് കിട്ടുന്ന ഇപ്പോൾ എനിക്ക് തന്നെ ആസ് എ കൺസൾട്ടൻ്റ് എൻ്റെ ഒരു വർക്കിനോട് എനിക്കുള്ളൊരു താല്പര്യം അല്ലെങ്കിൽ ഒരു മടുക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പുതിയ അറിവുകൾ കിട്ടുമ്പോഴുള്ളൊരു മനസ്സിനുള്ളൊരു സുഖമുണ്ട്. അല്ലെങ്കിൽ അത് നമുക്ക് മാർക്കറ്റിൽ എന്താണെന്ന് അറിയാൻ പറ്റുന്നൊരു സംഗതിയുണ്ട്. ഇങ്ങനെ ഒരുപാട് ലേണിങ്സ് എനിക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് ചിലപ്പോൾ കുറച്ചധികം കിട്ടിയ ആൾക്കാരായിരിക്കും നിങ്ങൾ 2 പേരും. ശരിക്കും എങ്ങനെ നിങ്ങളൊരു സ്റ്റോറി പറയണം, എങ്ങനെ നിങ്ങൾ ഇതിലേക്ക് എത്തിയത് എന്നുള്ള കോളേജ് കാലഘട്ടത്തിൽ തുടങ്ങിയാന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇതിലേക്ക് എത്തിയതെന്നുള്ളതൊന്ന് പറയുമോ? നമ്മളൊരു സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ 2018 നമ്മൾ ഒരു കിഡ്സ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പുത്തമ്പള്ളി എന്ന് പറയുന്നൊരു പൊന്നാനിക്കടുത്തുള്ള ഒരു ചെറിയൊരു ടൗൺ, ഇതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് അന്ന് ടോയ് എന്ന് പറഞ്ഞ പേരായിരുന്നു. നമ്മൾ ഓൺ മാനുഫാക്ചറിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ല അന്ന് ചെയ്യുന്നത്. നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് മുംബൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യാണ്. ഞങ്ങൾ 2 പേരുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കിഡ്സിൻ്റെ ബ്രാൻഡ് ചെയ്യണം. അതൊരു ക്വാളിറ്റി ഉള്ള ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകൾ ആളുകളിലേക്ക് എത്തിക്കണം. കാരണം നമ്മളെ മുന്നിൽ അത്രയും മാത്രം ആളുകളോ അല്ലെങ്കിൽ സംഭവങ്ങളോ ഒന്നും അന്നില്ല ഈ പറയുന്ന കിഡ്സിൻ്റെ ചെയ്യുന്നത്.
അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ വന്നൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റോർ അന്വേഷിച്ച സമയത്ത് പോലും നമുക്ക് ഇല്ല, നിങ്ങൾക്ക് തരില്ല, മീൻസ് നിങ്ങളൊരു ഇത്ര ഏജല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പറ്റുമോ, അല്ലെങ്കിൽ ഇത്ര റെന്റ് തരാൻ പറ്റുമോ എന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ വിശ്വസിച്ച് നമുക്ക് തന്ന ഒരു ടീമായിരുന്നു പുത്തമ്പള്ളിയിലുള്ള മടത്തിൽ കോംപ്ലക്സിന്റെ ഓണർ തടാകം. നമ്മളെ UAE ജലീൽ ട്രേഡേഴ്സ് ഉണ്ടല്ലോ, അതിന്റെ ഓണറാണ്. അവരുടെ ബിൽഡിംഗാണ് ഫസ്റ്റ് നമ്മളെ 150 സ്ക്വയർ ഫീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെയ്ത് നമ്മൾ ഏകദേശം ഒരു 1 year ആവുമ്പോഴേക്ക് നമുക്കത് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റി, ആ ജനങ്ങളിലേക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി എന്താണ് ടോയ് എന്നുള്ള ബ്രാൻഡ് എന്നുള്ളതും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളതും ആളുകൾ ശരിക്കും നമ്മൾ എന്ത് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു. നമുക്ക് നല്ല രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്യാനും നമ്മളതിൽ സ്ക്വയർ ഫീറ്റിൽ നിന്ന് 180 നിന്ന് നമ്മളൊരു 400 സ്ക്വയർ ഫീറ്റിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റി. ശരിക്കും ആ സമയത്ത് ഫണ്ട് എന്ന് പറയുന്നത് നമ്മളെ മുന്നിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് നിന്നിട്ടുള്ള ഒരു സമയം തന്നെയായിരുന്നു. ശരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അതേപോലെ ഫാമിലീസ് ഉണ്ട്. അതായത് ഫാമിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ മുന്നിൽ അന്ന് ഇപ്പോൾ ഉമ്മാൻ്റെ സ്വർണം, അല്ലെങ്കിൽ ഈ പറയുന്ന പെങ്ങന്മാരുടെ സ്വർണം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഈ പറഞ്ഞ 10,000 ആയിട്ടും 20,000 ആയിട്ടും അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ ശരിക്ക്. കാരണം ഞങ്ങൾക്ക് വേണ്ടത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ 2 ലക്ഷം 3 ലക്ഷം രൂപ ആയിരിക്കും. അപ്പൊ ഇത് നമ്മളെ ഏജ് വെച്ചിട്ടുള്ള നമ്മളെ ഫ്രണ്ട്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഒരിക്കലും 3 ലക്ഷം രൂപ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിശ്വാസമുള്ള 6 or 7 പേര് ഫ്രണ്ട്സ് ഉണ്ടാവും. അവരോട് 30,000 10,000 20,000 രൂപ വെച്ചിട്ട് വാങ്ങിക്കും. ഇപ്പോൾ ഞങ്ങളെ രണ്ടാമത്തെ സ്റ്റോറൊക്കെ തുടങ്ങുന്ന ടൈമിൽ 12-16 ലക്ഷം രൂപ ഞങ്ങൾക്ക് അന്ന് ക്രെഡിറ്റ് ആണ്. നമ്മളെ വിശ്വസിച്ച് നമ്മളെ പാർട്ടികൾ കടത്തിന് തന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് ഞങ്ങൾ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓപ്പൺ ചെയ്ത് ഒരു 1 month കൊണ്ട് തന്നെ ഈ 12-14 ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തു വിട്ടി. ഈ പൈസ ഒക്കെ സ്വരൂപിച്ചതും ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഈ പറയുന്ന 10,000-20,000 രൂപ വെച്ചിട്ടാണ്. ഞങ്ങളുടെ ഇപ്പോഴും അതിൻ്റെ ഒരു ഡയറി തന്നെ ഉണ്ട്. അന്ന് ഈ പറയുന്ന ഡയറിയിലാണ് എന്ത് ചെയ്യുന്നത്, 10,000 രൂപ ഇന്നാൾ തന്നു, ഇങ്ങനെ ഓരോന്ന് എഴുതി വെച്ചിട്ടുള്ള. കാരണം അന്ന് ആകെ ഒരു 2.5 ലക്ഷം രൂപയുടെ ഒരു കുറി മാത്രമാണ് ഉള്ളത്. ഞങ്ങൾ 2019 മീൻസ് ഈ പറഞ്ഞ ചങ്ങരകുളം ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോട്ടൽ 16 ലക്ഷം രൂപയാണ് അതിന് വന്നത്. അപ്പം അതിലേക്കുള്ള സ്റ്റോറി വേറെ തന്നെയാണ്. കാരണം നമ്മളത് ഈ മേൽവാടക എന്നൊക്കെ പറയല്ലോ, ഓൾറെഡി എടുത്തിട്ടുള്ള ഒരാളെടുത്ത് നിന്ന് നമ്മൾ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നമുക്ക് തരിക, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. അപ്പം അതിൽ നിന്ന് പിന്നെ ഞങ്ങൾക്ക് വന്ന ഒരു ബൂം സ്റ്റേജ് ആയിരുന്നു. പിന്നെ അങ്ങോട്ട് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ തന്നെ റിയലൈസ് ചെയ്തേ, ഇതാണ് നമ്മളുടെ വിഷൻ, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നമുക്ക് കൊണ്ടുപോകേണ്ടത് നമ്മൾ ഇതിനെ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കി തന്നൊരു സ്റ്റേജ് ആയിരുന്നു. ഈ പറഞ്ഞ 14 ലക്ഷം ഞങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി, കടം വീട്ടാൻ പറ്റി. അത് ശരിക്കും ഞങ്ങൾക്ക് തന്നൊരു ഭയങ്കര സ്റ്റേജ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ വളാഞ്ചേരി ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്താണ് നമ്മൾ കൊറോണ ടോട്ടലി സ്റ്റക്കാണ്. വളാഞ്ചേരി ഓപ്പണിംഗ് ഞങ്ങൾ 28 മാർച്ച് 22 നമ്മൾ എന്ത് ചെയ്തത്, ഫിക്സ് ചെയ്ത്. മാർച്ച് 19 or 20 ലോക്ക്ഡൌൺ ഫുള്ളി എന്ത് ചെയ്തു, ടോട്ടലി ഷട്ട് ഡൗൺ. അങ്ങനെ ടോട്ടലി ഞങ്ങൾ ശരിക്ക് ആ നെക്സ്റ്റ് സീസൺ വന്ന സമയത്ത് പ്രൊഡക്റ്റുകളൊക്കെ സെല് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളാഞ്ചേരിയിലുള്ള പ്രൊഡക്റ്റുകൾ എടുത്തു കൊടുത്തിട്ടാണ് ഞങ്ങൾ പുത്തമ്പള്ളിയും ചങ്ങരകുളം ബ്രാഞ്ചിൽ ഇട്ടിട്ട് ഞങ്ങൾ അത് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് സെയിൽ ചെയ്യുന്നത്. കാരണം അതും ഞങ്ങൾ വിചാരിച്ചത് കൊറോണ വന്ന് ഞങ്ങൾ ആകെ ലോക്കായി എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 10-35 ലക്ഷം രൂപക്ക് സ്റ്റോക്ക് അവിടെ ഇന്ത്യയിൽ ചെയ്തു, സ്റ്റോക്ക് വാങ്ങിച്ചു. ഓപ്പണിങ്ങിന്റെ ഒരു 1 week മുന്നേ കൊറോണ വന്ന് ലോക്ക്ഡൌൺ ആയിട്ട് പിന്നെ തുറക്കാൻ പറ്റിയില്ല. പിന്നെ അത് ഒരു സീസണിലാണ് തുറക്കുന്നത്. അന്ന് ആർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ അടുത്താണെന്നുണ്ടെങ്കിൽ 20 ലക്ഷം രൂപേന്റെ സ്റ്റോക്ക് കെട്ടിക്കിടക്കുന്നത്. ആ സ്റ്റോക്ക് ഞങ്ങൾക്ക് അന്ന് ഉപകാരപ്പെട്ടു. കാരണം അന്ന് വേറെ ഷോപ്പിലുള്ള ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാനോ സ്റ്റോക്കാക്കി വെക്കാനോ ഒന്നും പറ്റില്ല. പക്ഷെ അന്നത് നെഗറ്റീവായി വന്ന സാധനം ആ 20 ലക്ഷം രൂപേന്റെ സ്റ്റോക്ക് ഞങ്ങൾ എന്ത് ചെയ്തു, ആ ടൈമിൽ ഞങ്ങൾ ഈ 3 സ്റ്റോറിലേക്കും കൊടുത്തു. അന്ന് ഞങ്ങളുടെ അടുത്ത് മാത്രമാണ് സ്റ്റോക്ക് ഉള്ളൂ. ഇതുകൊണ്ട് സെയിൽ നടന്നു. നല്ല അടിപൊളി സെയിലായിരുന്നു. നല്ല രീതിയിൽ നമുക്ക് സെയിൽ ചെയ്യാം. അത് ശരിക്കും ഒരു ബൂം സ്റ്റേജ് തന്നെ പറയാം. അതായത് നമ്മൾ ശരിക്കും ഫസ്റ്റ് സ്റ്റേജിലാണ് ശരിക്കും സ്ട്രഗിളിങ്ങും അല്ലെ ഈ കാര്യങ്ങളൊക്കെ. എല്ലാ ബിസിനസ്സിലും ഏത് സമയത്തും ഈ പറഞ്ഞ സ്ട്രഗിളിങ് എങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്തിന് ശേഷം ഈ കൊറോണയും കാര്യങ്ങളും വന്ന് ഞങ്ങൾ ഔട്ട്ലെറ്റ്സ് തുറന്ന് ഈ പറഞ്ഞ തുറന്നതിൽ ഞങ്ങൾക്ക് ശരിക്കും ഈ പറയുന്ന വളാഞ്ചേരി ബ്രാഞ്ചിലത്തെ സാധനം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി, നല്ല രീതിയിൽ സെയിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റി.
ആ ഒരു ഇതിൽ തന്നെ ഞങ്ങൾ വീണ്ടും നെക്സ്റ്റ് ഔട്ട്ലെറ്റ്സിലേക്ക് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു 3000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ഷോറൂംസ് ഞങ്ങൾ ഇട്ടു. വേങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ എന്ത് ചെയ്തു, വലിയ ഒരു ഔട്ട്ലെറ്റ് തന്നെ എന്ത് ചെയ്തു ഇട്ടു. അത് ശരിക്കും നമുക്ക് ശരിക്കും ഒരു റിയലൈസേഷൻ ആയിരുന്നു കേട്ടോ, ഒരു 1 ഇയർ കഴിയുമ്പോഴേക്ക്. കാരണം ഞങ്ങൾക്ക് 1500 ആയിരുന്നു ഞങ്ങൾ അതുവരെ എന്ത് ചെയ്തിരുന്നത് സ്ക്വയർ ഫീറ്റ്. അപ്പം ഞങ്ങൾക്കൊരു റിയലൈസേഷൻ തന്നെ ആയിരുന്നു, നിങ്ങൾ എന്ത് ചെയ്യണ്ട 3000 സ്ക്വയർ ഫീറ്റ് 4000 സ്ക്വയർ ഫീറ്റ് എന്ന രീതിയിലേക്ക് അങ്ങനത്തെ ഒരു ടൗൺ ആണെങ്കിൽ മാത്രമേ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഞങ്ങൾ ആ ശരിക്കും റിയലൈസ് ചെയ്തു. ഞങ്ങൾ അത് എന്ത് ചെയ്തു, അത് ശരിക്കും ബാക്ക് എന്ത് ചെയ്തു, തിരിച്ചു വന്ന് ഒരൊറ്റ എന്തിൽ തന്നെ ആക്കി, സിംഗിൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആക്കിയിട്ട് ഫസ്റ്റ് ഫ്ലോർ ഞങ്ങൾ എന്ത് ചെയ്തു, കട്ട് ഡൗൺ ചെയ്തു, ഒഴിവാക്കി. കാരണം ഞങ്ങൾ അതിന്റെ റെന്റ് പേ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും സ്റ്റോക്ക് എന്ത് ചെയ്യണ്ട, അവിടെ നിറക്കണ്ട, അത്രയും ഡെഡ് സ്റ്റോക്ക് ഞങ്ങൾക്ക് വരൂല എന്നൊരു റിയലൈസേഷനും നമുക്ക് ഈ പറയുന്ന തെറ്റിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങളത് തിരുത്തുക എന്നുള്ളതും കൂടെ ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അത് നമ്മുടെ സ്റ്റോറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. പിന്നെ അത് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്തൊന്നും ഞങ്ങൾക്ക് ഫ്ലോ ഇല്ല, ഞങ്ങൾക്ക് ലോസ് ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മളൊപ്പം വളരാത്ത ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. അത് ശരിക്കും നമുക്ക്, കാരണം നമുക്ക് എന്തായാലും നമ്മളൊപ്പമുള്ളവരെ ഒപ്പം നമുക്ക് കൂട്ടണം എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം. എന്നും നമ്മളെ കൂടെ അവരുണ്ടാവണം എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷെ അവർക്ക് ഈ പറയുന്ന ഒപ്പം വരാം എന്നുള്ള, അല്ലെങ്കിൽ പല കാര്യങ്ങളിലോടും അല്ലെങ്കിൽ പല സിസ്റ്റത്തിനോടും എതിർപ്പായി നമ്മളോട്ട് പോയി അത് ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കുറേയൊക്കെ സങ്കടമായിട്ട് കിടക്കുന്നതുണ്ട്. കാരണം ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് വന്നാൽ മതിയായിരുന്നു, എനിക്ക് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളത്. കാരണം അന്നിപ്പോൾ ഉള്ളവർ നമ്മളെ കൂടെ ഉണ്ട്. ഫസ്റ്റ് മുതലുള്ള തന്നെ നമ്മളെ കൂട്ടത്തിലുള്ള അൻഷിഫ് എന്ന് പറയും, നമ്മളുടെ ഇപ്പോൾ ഫുള്ളി ഇൻവെന്ററിയും കാര്യങ്ങളും എല്ലാം ടോട്ടലി കൈകാര്യം ചെയ്യുന്നത് അവനാണ്. അപ്പോൾ നമ്മളെ സ്റ്റോറിയിൽ വലിയൊരു നാഴികക്കല്ലാണ് ആര്, അൻഷിഫ് എന്ന് പറയുന്ന വ്യക്തി. കാരണം ഞങ്ങൾ ജസ്റ്റ് ഒരു ഈ പറയുന്ന 150 സ്ക്വയർ ഫീറ്റിൽ ഞങ്ങളൊരു വെയർ ഹൗസ് ഉണ്ടായിരുന്നു. ആ വെയർ ഹൗസിൽ ഞങ്ങൾക്ക് ഇതേപോലെ തന്നെ സീസണിലേക്കുള്ള 1 കോടി 1.5 കോടിയുടെ സാധനങ്ങൾ വരും. അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് നടക്കാനുള്ള ഒരു ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഈ സാധനങ്ങൾ ഫുള്ളി ബില്ല് ചെയ്ത് ബാർകോഡ് ചെയ്ത് ഒറ്റ ഒരാളിരുന്നിട്ടുള്ള അറിയാൻ പറയുന്നത്. ഒരു പുതിയ സ്റ്റോർ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അതിലേക്കുള്ള ഫുള്ള് സാധനം ഇന്നിപ്പോൾ നമുക്കൊരു ടീമുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രഗിളിങ് സ്റ്റേജ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂടെ നിന്ന ഒരാളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഭയങ്കര ഒരു നമുക്ക് തന്നെ ഒരു പ്രചോദനം നൽകുന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ നമ്മൾ ഓരോ ബ്രാഞ്ചസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആലത്തൂർ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ എടപ്പാൾ സ്റ്റാർട്ട് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ ശരിക്കും റിയലൈസ് ചെയ്തു, നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരു ബ്രാൻഡാക്കി നമ്മളത് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ നോർമലി എല്ലാവരും പോകുന്ന രീതിയിലാണ്, നമ്മളെ വിഷൻ വലുതാണ്, നമ്മളെ ചിന്ത വലുതാണ്, പക്ഷെ ആ രീതിയിലല്ല നമ്മൾ പോകുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഔട്ട്ലെറ്റ് തുറക്കുന്നതിന് മുന്നേ ഇനി എന്ത് വേണം, നമുക്കൊരു സിസ്റ്റം കൊണ്ടുവരണം, നമുക്കൊരു പ്രോപ്പർ ചാനൽ കൊണ്ടുവരണം എന്നൊരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി. നമ്മളൊരു കൺസൾട്ടൻസി എടുത്തു, നമ്മൾ ഫുള്ളി റീബ്രാൻഡ് ചെയ്തു. നമ്മൾ ടോയിൽ നിന്ന് ഹാപ്പൻ ഹോപ്പ് എന്നുള്ള ബ്രാൻഡ് ചെയ്തു. നമ്മൾ ഫുള്ളി സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്തു, 1 by 1 ആയിട്ട് നമ്മൾ നമുക്കൊരു HR സിസ്റ്റം വേണം. സ്റ്റാഫുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്ത് വേണം, അവർക്കുള്ള ടോട്ടലി പേറോൾസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പോകണം. ടോട്ടലി അക്കൗണ്ട് സിസ്റ്റം വേണം, സെയിൽസ് സിസ്റ്റം വേണം. എല്ലാത്തിനും ഒരു പ്രോപ്പർ ചാനലിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നു. അതിന് ഏകദേശം ഞങ്ങൾക്ക് ഒരു 1 ഇയർ എടുത്തു. അതെ, അത് കഴിഞ്ഞതിന് ശേഷമാണ് 2024 ഡിസംബറിലാണ് ഞങ്ങളിതെല്ലാം സെറ്റാണ്, ഇനി ഞങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ ഇത് വർക്കാവും എന്നൊരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് എത്തി. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, യെസ് ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. വീണ്ടും തുടങ്ങി. ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു 6 മാസം കൊണ്ട് 3 ഔട്ട്ലെറ്റ് ഇട്ടു. അത് 3ഉം ഫ്രാഞ്ചൈസി സ്റ്റോഴ്സ് ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് മുന്നേ, അതായത് ആദ്യം ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരോടും നോ, ഇപ്പോൾ ഇല്ല. പക്ഷെ ഞങ്ങളൊരു സ്റ്റേജ് എത്തിയപ്പോൾ ഞങ്ങളെ സിസ്റ്റം ബിൽഡ്, ഞങ്ങളെ കോൺഫിഡൻസ് ലെവൽ കൂടി. ഇനി ഞങ്ങൾ എന്ത് ചെയ്യണ്ട, ഇതിൽ നിന്ന് ലാഭമായിട്ട് വീണ്ടും സ്റ്റോറുകൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള സ്റ്റേജ് വേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളെ സിസ്റ്റം അവർക്ക് കാണിച്ചു കൊടുക്കുക, നിങ്ങളുടെ വിജയം അവർക്ക് കാണിച്ചു കൊടുക്കുക. നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നു. നമ്മൾ ഫസ്റ്റ് ഫ്രാഞ്ചൈസി സ്റ്റോർ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുള്ള വിത്തിൻ ഒരു 15 to 20 ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ആ 42 lakhs ടോട്ടലി എന്ത് നടന്നു, ഫ്രാഞ്ചൈസി എടുക്കാൻ ആളുകളായി. നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അതിൽ എന്ത് ചെയ്തില്ല വന്നില്ല. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ ചെയ്തു വെച്ച ഒരു ഗ്രൗണ്ട് ലെവൽ വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര സംഭവമായിരുന്നു എന്നുള്ളത്. നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ പോകുമ്പോഴും നെക്സ്റ്റ് അത് തൊടുപുഴയായിരുന്നു. അത് കഴിഞ്ഞ് മാർച്ചിലേക്ക് തിരൂർ ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞ് മെയ്യിലേക്ക് മഞ്ചേരി ഓപ്പൺ ചെയ്തു. ഇനിയിപ്പോൾ ഈ 19-ാം തീയതി നമ്മൾ എടക്കര ഓപ്പൺ ആവുന്നു. ഡിസംബറിലേക്ക് നമ്മൾ താമരശ്ശേരി ഓപ്പൺ ആവുന്നു. ഇതൊക്കെ ഫുള്ളി ഫ്രാഞ്ചൈസി സ്റ്റോഴ്സ് ആണ്.
അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു സ്ട്രഗിളിങ് ടു ഒരു സക്സസ് എന്ന് പറയുന്ന ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹാപ്പൻ ഹോപ്പിന്റെ ഒരു സ്റ്റോറി ലെവൽ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് നിങ്ങൾ ടോയ് എന്ന് പറഞ്ഞ ബ്രാൻഡ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ടോയ് ബേബി ബോട്ടിക് എന്നായിരുന്നു സ്ഥാപനത്തിന്റെ പേര് വരുന്നത്. പിന്നെ 2023 ഹാപ്പ് ആൻഡ് ഹോപ്പ് എന്ന് പറഞ്ഞ് റീബ്രാൻഡ് ചെയ്തത് അല്ലേ. അപ്പോൾ ആ ഒരു പേര് നല്ലൊരു ക്യൂട്ടാണല്ലോ, ഹാപ്പ് ആൻഡ് ഹോപ്പ്. അപ്പോൾ ഹാപ്പ് എന്ന് പറയുമ്പോൾ ഹാപ്പിനെസ് ആയിരിക്കും അല്ലേ, ഹാപ്പിനെസ്. ഹോപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ആ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞ സംഗതി. അപ്പോൾ ശരിക്കും ആ പേര്, ആ ഒരു ക്യൂട്ട്നെസ് ഉണ്ടല്ലോ ആ പേര് ഹാപ്പ് ആൻഡ് ഹോപ്പ്, ആ ഒരു നമ്മുടെ കുട്ടികളും പാരൻസുമായിട്ട് മാച്ച് ആവും ചെയ്യും. അപ്പോൾ ശരിക്കും അതിൻ്റെ പേരിൽ ബിഹൈൻഡ് ദ സ്റ്റോറി അങ്ങനെ എന്തെങ്കിലും പേരിൻ്റെ പുറകിലുണ്ടോ, എന്തായാലും വരുന്നത്? ബിഹൈൻഡ് ദ സ്റ്റോറി ശരിക്കും ഉണ്ട്. എങ്ങനെ അതിനൊരു പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ബിഗ് സ്റ്റോറി തന്നെയാണെന്ന് പറയാം. കാരണം ടോയ് എന്നുള്ളൊരു സംഭവം നമ്മൾ അത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഈ പറയുന്ന സ്ഥലങ്ങളിലൊന്നും അത്ര വലിയ മാർക്കറ്റൊന്നും ചെയ്യാതെ തന്നെ നമ്മൾ മൗത്ത് പബ്ലിസിറ്റി ത്രൂ ഭയങ്കരമായിട്ട് എന്തായി നിൽക്കുകയാണ്. അത്രയും നല്ല കസ്റ്റമർ റിവ്യൂ ആണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നു എന്നൊരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്താണ് നമുക്കത് ഫ്യൂച്ചറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ കാര്യങ്ങളിലോ ഒന്നും പോസിബിൾ അല്ല. 7 ബ്രാഞ്ചസ് ഉണ്ട്. അതെ. അപ്പോൾ അതാണ് സിറ്റുവേഷൻ. അപ്പം ആ സമയത്ത് ഇനി ചെയ്യുമ്പോൾ ഇത് കുട്ടികളായിട്ട് റിലേറ്റഡ് ആവണം. എന്നാ പറയുമ്പോൾ നമ്മൾ ഒരു പപ്പി അല്ലെങ്കിൽ പോമി അങ്ങനെയുള്ളൊരു സംഭവം ആവും ചെയ്യരുത്. അപ്പോൾ അത് ഇന്റർനാഷണലി നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും വേണം എന്നൊക്കെ ഒരു പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പേര് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ശരിക്കും ഹാപ്പ് എന്നുള്ളത് ഹാപ്പിനെസ് എന്നുള്ളതിന് പുറമെ ഉദയം എന്നൊരു കൺസെപ്റ്റും കൂടെ ഉണ്ട്. അതായത് ഉദയം, അതായത് നമ്മൾ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ എന്താണ്, ഉദയമാണല്ലോ. യെസ്, ആ ഒരു സംഭവം കൂടെ നമ്മളെ അതിലേക്ക് ശരിക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നമ്മൾ അതിൻ്റെ ഒരു ഫുൾ മീനിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ ജനിക്കുന്ന അതൊരു ഉദയം, നല്ല ഒരു പ്രതീക്ഷയോടുള്ള ഹോപ്പ്, അതായത് പ്രതീക്ഷയോടുള്ള ഒരു രീതിയിൽ. അതിൻ്റെ നമ്മൾ ടാഗ് ലൈൻ ഉണ്ട്, ത്രെഡ്സ് ഓഫ് ഹാപ്പിനെസ്. ഓരോ നൂലുകളും കുട്ടികൾക്ക് എന്തുകൊണ്ടാണ്, അതായത് സന്തോഷം കൊണ്ടുള്ള അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള നൂലുകളാണ് നമ്മൾ ഹാപ്പൻ ഹോപ്പിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അവരൊരു ട്രസ്റ്റാണ് ശരിക്കും എന്ത് പറയുന്നത് ഹാപ്പൻ ഹോപ്പ് എന്ന് പറയുന്നത്. അവർ കോൺഫിഡൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കുട്ടികൾക്ക് ഈ കൊടുക്കുന്നത് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എല്ലാം കൂടെ ചിന്തിച്ചിട്ടാണ് നമ്മൾ ഹാപ്പൻ ഹോപ്പ് എന്ന് പറയുന്ന ത്രെഡ്സ് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു പേര് ചൂസ് ചെയ്യാനും. അത് ശരിക്കും അത് വായിക്കുന്ന സമയത്ത് എല്ലാവരും ഈ പറഞ്ഞ പോലെ സന്തോഷം, പ്രതീക്ഷ എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു സംഭവം നമുക്ക് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് നമുക്ക് തന്നെ, യെസ് അവർക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള ഒരു സംഭവം നമുക്ക് ശരിക്കും ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യം കൂടെയാണ്. ശരിക്കും ഇപ്പോൾ റംഷിനോട് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് ഇപ്പം നേരത്തെ ബദൽ പറഞ്ഞു ഭയങ്കര സ്ട്രഗിളിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയാം എന്തായാലും സ്ട്രഗിളിംഗ് ഇല്ലാതെ ഇത് മുമ്പോട്ടേക്ക് പോവില്ല എന്നല്ല. എത്ര ഉണ്ടായില്ല എന്ന് പറഞ്ഞാലും ഒരു സ്ട്രഗിളിംഗ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ റംഷായിരിക്കും ഒന്നും കൂടി ചിലപ്പോൾ ഫേസ് ചെയ്തിട്ട് ഉണ്ടാവുക. അങ്ങനെ ഇനീഷ്യലി കുറച്ച് ബദറോ പുറത്തും എവിടെയും കൂടി നിന്നിട്ടല്ല മാനേജ് ചെയ്ത്. അപ്പം ഏതൊരു ബിസിനസ്സും ഇപ്പം കാണുന്ന ലെവലിൽ ഇപ്പോൾ ഒരു 12 ബ്രാഞ്ചസ് ലെവലിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ബാക്കിലേക്ക് നോക്കുമ്പോൾ എന്തായാലും ആ ഒരു സ്ട്രഗിളിംഗ് പീരീഡ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫേസ് ചെയ്ത് ടഫസ്റ്റ് ഒരു ഫേസ് ഉണ്ടാവും. ആ സമയത്ത് ഒന്ന് ഒരു ഗ്രോ ചെയ്ത് ലെവലിലേക്ക് എത്തും. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്കൊരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടാവും ഇത് വർക്കിംഗ് ആണെന്നുള്ളത്, ഇത് ഓക്കെയാണ്, നമുക്ക് കോൺഫിഡൻ്റ് ആണ് ഇവിടുന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോകാമെന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്ട്രഗിളിംഗ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഓക്കെ എന്നുള്ള മൊമെന്റിലേക്ക് എത്തിയത് എങ്ങനെയാണെന്നുള്ളതൊന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഈ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് സ്റ്റോർ ഓപ്പൺ ചെയ്തു. നമ്മൾ ഉദ്ദേശിച്ചൊരു ഫണ്ടിൽ നിന്നില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചൊരു 12 ലക്ഷം രൂപ, അന്ന് 12 ലക്ഷം രൂപ ഉണ്ട് ഫസ്റ്റ് കൗണ്ടർ നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ അതൊരിക്കലും നിന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് 5 ലക്ഷം രൂപ തന്നെ ഒരു റൂമിന് അഡ്വാൻസ് ഉണ്ട്. പിന്നെ 12 ലക്ഷം കൊണ്ട് ഒരിക്കലും നിൽക്കില്ലല്ലോ. വീണ്ടും ഞങ്ങൾ ഇതേപോലെ റേസ് ചെയ്തു ഓപ്പൺ ചെയ്ത് നമുക്ക് ഈ സ്റ്റാഫിനെ കിട്ടണം. രണ്ടാമത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റോർ സെറ്റ് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ടൈമാണ്, നമുക്കറിയില്ല. നല്ല പണിക്കാർക്ക് ഈ ഷോപ്പിന്റെ വർക്ക് കൊടുക്കണം. അപ്പോൾ അവിടെ സ്ട്രഗിളിംഗ് ആണ്. അതായത് നമുക്കറിയാനൊരു മാർഗ്ഗമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരാളെ കോൺടാക്റ്റിൽ നമ്മൾ ആൾക്ക് വർക്ക് കൊടുക്കുന്നു, ആള് വർക്ക് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്ട്രഗിളിംഗ് ഉണ്ട്. പിന്നെ സ്റ്റാഫിനെ കിട്ടുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടാണ്. അന്ന് അതുപോലെ GST എന്താന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ മുംബൈയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ പോയി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ GST വേണം. GST എന്താന്ന് പോലും അറിയില്ല. ഈ GST എടുത്താൽ മാത്രമാണ് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുക. അപ്പം നമ്മൾ തുടങ്ങിയ ഒരു 1 year ആവുന്നത് വരെ ഒരു 6 monthsോളം നമുക്ക് GST ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ വേറൊരു GSTയിൽ നമ്മൾ പർച്ചേസ് ചെയ്തിരുന്നത്. ആ സാധനം കോട്ടക്കിൽ വരും. ആ കോട്ടക്കിൽ വന്ന പ്രൊഡക്റ്റാണ് പിന്നെ ഇങ്ങോട്ട് എത്തിക്കുക. പിന്നെ അതുപോലെ സ്റ്റാഫിനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ സ്റ്റാഫിന്
ഈ സ്റ്റാഫിന് ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ന് വന്നു നാളെ ഉണ്ടാവില്ല, അവർക്ക് ഞായറാഴ്ച കല്യാണത്തിൽ ലീവ് വേണം, ഈ പറഞ്ഞ പോലെ 2 ദിവസം അടുപ്പിച്ച് ടൂർ പോകാൻ ലീവ് വേണം. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ സ്റ്റാഫിന് കിട്ടിക്കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളാണത്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രഗിളിങ് ആണ്. ഇന്നൊരു സ്റ്റോർ ഓപ്പൺ ചെയ്യാന്ന് പറയുമ്പോൾ വളരെ ഈസിയാണ്. അന്ന് ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ഉറക്കില്ല, ഉറങ്ങാത്ത ദിവസങ്ങളിൽ വരെ അവിടെ വർക്ക് എടുത്ത സംഭവങ്ങളുണ്ട്. ഓപ്പൺ ചെയ്ത പിറ്റേ ദിവസമാണ് നമ്മൾ നല്ലപോലെ ഒന്ന് ഉറങ്ങുന്നത് തന്നെ. ഇന്നിപ്പോൾ ഒരു 1 മന്ത് കൊണ്ടൊരു 8 സ്റ്റോർ അല്ലെങ്കിൽ 5 സ്റ്റോർ ഓപ്പൺ ചെയ്താൽ പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഈസിയാണ്, ഒരു പ്രശ്നമില്ല. ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ നമ്മളൊരു ലാസ്റ്റ് ഒരു 6-7 വർഷത്തെ സ്റ്റോറി എടുക്കുകയാണെങ്കിൽ ബ്രാൻഡ് ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ആയി ഒരു 10-12 ബ്രാഞ്ചസോളം നമുക്ക് ആയല്ലോ. ഈ ഒരു ഇതിൽ ശരിക്കും ഏതൊക്കെ റീജിയനിൽ നമ്മൾ പ്രസൻസ് ഉണ്ട്, അതേപോലെ തന്നെ മറ്റ് ബ്രാൻഡുകളായിട്ട് അപേക്ഷിച്ചിട്ട് നമ്മൾ എന്താ നമുക്ക് ഡിഫറൻസ് പറയാൻ പറ്റുക എന്നുള്ളത്. കാരണം ഈ ഹാപ്പ് ആൻഡ് ഹോപ്പ് മറ്റ് കിഡ്സ് ബ്രാൻഡായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തൊക്കെ ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ് ഒന്ന് അറിയേണ്ടത്. നമ്മളിപ്പോൾ 2018 സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഒരു സ്റ്റോറി നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് 2025 വരെയുള്ള ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലായിരുന്നു നമ്മളുടെ വളർച്ച. എല്ലാതും ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഒരേ സെയിം USP ഫോളോ ചെയ്തിട്ടുള്ള ഒരു വളർച്ച ആയിരുന്നില്ല. അതായത് ഓരോ ഷോപ്പിനായിട്ട് കോമ്പറ്റീറ്റർ നോക്കുമ്പോഴും ഓരോ സമയത്തും ഓരോരുത്തരാണ് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ 2018 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് നോർമൽ നമ്മളടുത്തുള്ള ഷോപ്പുകളൊക്കെ തന്നെയാണ്. കാരണം നമ്മൾ കൊണ്ടുവരുന്നതും ഈ പറയുന്ന പോലെ മുംബൈ, ബാംഗ്ലൂർ അല്ലെങ്കിൽ കോഴിക്കോട് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നാണ് കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെല് ചെയ്യുന്നത്. അന്ന് നമ്മളുടെ ഒരു USP ആയിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ സംഭവം എന്ന് പറഞ്ഞാൽ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു. അവർ കൊടുക്കുന്നതിനേക്കാളും ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ ക്വാളിറ്റിയിൽ ഒന്നും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരുന്നു നമ്മൾ. അതായത് ആ ഒരു പ്രൈസ് കൺസേൺസ് കുറേയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മനസ്സിലാക്കിയിട്ട് ആ ഒരു ക്വാളിറ്റീനെ ബേസ് ചെയ്തിട്ടും കൂടെ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. ആ ഒരു നെക്സ്റ്റ് സ്റ്റേജ് എത്തിയപ്പോഴേക്ക് നമ്മൾ പിന്നെ ഇമ്പോർട്ടഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇമ്പോർട്ടഡ്, അതായത് ചൈനയിൽ നിന്നുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ചൈന സാധനമാണ്, എല്ലാവരും ഇമ്പോർട്ടഡ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഈ പറയുന്ന പുത്തമ്പള്ളി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മലപ്പുറം ജില്ലയിൽ തന്നെയായിരുന്നു ഫസ്റ്റ് ഒരു 5 ഔട്ട്ലെറ്റ്. പിന്നെ നേരെ നമ്മൾ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിൽ ഇട്ടു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു 7 എണ്ണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ തൊടുപുഴ കൊണ്ടുപോയിട്ടാണ് നെക്സ്റ്റ് ഇട്ടത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ വീണ്ടും മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഉണ്ട്. പിന്നെ നമ്മൾ എടക്കര ഇപ്പോൾ ഓപ്പൺ ആവുന്ന, അതേപോലെ താമരശ്ശേരി ഓപ്പൺ ആവുന്ന, ഈ രീതിയിൽ നമ്മൾ കോഴിക്കോട് ജില്ലകളിലും അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മളുടെ ടോട്ടലി ഈ ഒരു 7 വർഷത്തെ ജേണി പറഞ്ഞ സമയത്ത്. പക്ഷെ നമ്മളൊരു ഡിഫറൻസ് ആക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഫോളോ ചെയ്തിട്ടില്ല. നമ്മളെ ഫോളോ ചെയ്തതിൽ നിന്ന് നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്തത്, പുതിയ ഇന്നോവേറ്റീവ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ കറന്റ് നമ്മൾ നമ്മുടെ ഓൺ പ്രൊഡക്ഷനിലേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫോക്കസ് ചെയ്യുന്നത്. കാരണം നമുക്ക് നമ്മുടെ ലക്ഷ്യം ഫ്രാഞ്ചൈസി കൊടുക്കണം, അതായത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കണം, കസ്റ്റമർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള സാധനം കൊടുക്കണം എന്നൊരു കൺസെപ്റ്റ് വരുമ്പോൾ നമുക്കിപ്പോൾ ഈ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. ഓരോ സമയത്ത് നമ്മളത് ഡിഫറെൻ്റ് ആയിട്ട് കസ്റ്റമർക്ക് ബെസ്റ്റ് ആയിട്ടാണ് എന്നും. ടോയ് ആയപ്പോഴും ഹാപ്പ് ആൻഡ് ഹോപ്പ് എന്നുള്ളൊരു ബ്രാൻഡ് ആയപ്പോഴും കസ്റ്റമർക്ക് എന്നും നമ്മൾ എന്തായിരുന്നു, ബെസ്റ്റ് ആയിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ പല കസ്റ്റമേഴ്സും നമുക്ക് റിവ്യൂ ഇടുന്നതും അതേപോലെ തന്നെ കസ്റ്റമർ ടെസ്റ്റിമോണിയൽസ് തരുന്ന സമയത്തൊക്കെ നമുക്ക് ശരിക്കും ഏറ്റവും ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ, ഞാനിവിടെ 2 പ്രാവശ്യം വന്നു, 3 പ്രാവശ്യം വന്നു, എൻ്റെ ഫ്രണ്ടിനെ ഞാൻ റെഫർ ചെയ്തു അല്ലെങ്കിൽ എൻ്റെ ബ്രദറിനെ ഞാൻ റെഫർ ചെയ്തു എന്ന് പറയുമ്പോൾ അത് നമുക്ക് ശരിക്കും ഭയങ്കര ഒരു കോൺഫിഡൻസ് ആൻഡ് ഒരു സംഭവം തന്നെയാണത്. മനസ്സിലായി, റെഫറൻസ് വരുന്നത്. യെസ്, അതെ. അപ്പൊ അതായിരുന്നു നമ്മളുടെ ഹാപ്പ് ആൻഡ് ഹോപ്പിനെ വേറുള്ളവരിൽ നിന്ന് ഡിഫറൻസ് ആക്കിയ ഏറ്റവും വലിയ പോയിന്റ്. നമ്മൾ എന്നും ആരും ഫോളോ ചെയ്തു പോകാൻ നിന്നിട്ടില്ല. നമ്മളുടെ ഒരു ഡിഫറെന്റ് പാറ്റേൺ എപ്പോഴും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർ ഫോളോ ചെയ്യട്ടെ എന്നുള്ള ലൈനിലേക്ക്. അതെ, ഇപ്പോഴും നമ്മൾ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ചിന്തിക്കുന്നത്. അതായത് എല്ലാവരും ഇതേപോലെ തന്നെ വളർന്നു വരണം, പക്ഷെ എല്ലാവരും ഒരു USP ഉണ്ടാക്കിയിട്ട് വേണം എന്ത് ചെയ്യാന് അത് വളർന്നു വരാൻ. അത് എന്തായാലും ഡിഫറെന്റ് വേണം. ഒരു USP എന്തായാലും ഓരോ ബിസിനസ് ഓണേഴ്സും ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം നിങ്ങളിപ്പോൾ ടാർഗറ്റ് യൂസേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് കുട്ടികളാണെങ്കിലും കസ്റ്റമേഴ്സ് പാരൻസ് ആണല്ലോ. അപ്പം ഞാനിപ്പോൾ ആസ് എ പാരൻറ്റ് ഞാൻ ഇപ്പോൾ ഹാപ്പ് ആൻഡ് ഹോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ
എന്നെ അട്രാക്ട് ചെയ്യുന്ന എന്താണ് ശരിക്കും ഹാപ്പി ആൻഡ് ഹോപ്പിൽ ഉണ്ടാവുക എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അത് പറയാൻ പറ്റുക? വളരെ വളരെ നല്ല ചോദ്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ആൻസർ കൊടുക്കണം എന്ന് കരുതുന്നൊരു ചോദ്യമാണ്. നമ്മൾ ശരിക്കും ടാർഗറ്റ് ഓഡിയൻസ് പാരൻസ് ആണെങ്കിൽ പോലും ഏത് ഏജ് കാറ്റഗറിയാണ് ആ പാരൻസ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിന്റ്. കാരണം മാക്സിമം നമ്മൾ ന്യൂ ബോൺ ടു 10 years ആണ്. മാക്സിമം നമുക്ക് 40 വയസ്സ് വരെയോ 45 വയസ്സ് വരെയുള്ള ആളുകളാണ് ഈ പറയുന്ന പാരൻസ് നമ്മളെ ഒരു ഇതിൽ വരുന്നുണ്ടാവുക. അപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് അറിയാം കറണ്ട് ട്രെൻഡ് എന്താണ്. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. ഇപ്പോൾ പാരൻസ്, ഇപ്പം നമ്മളെ പാരൻസിനാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ട്രെൻഡ് മനസ്സിലാക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല. ഇപ്പോൾ നേരെ തിരിച്ചാണ്. പാരൻസിന് വളരെ വ്യക്തമായിട്ട് ട്രെൻഡ് അറിയാം. എൻ്റെ കുട്ടി എങ്ങനെ ഡ്രസ്സ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ആർക്കുണ്ട്? പാരൻസിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ ശരിക്ക് ഏതാണോ ട്രെൻഡ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിനെ തന്നെ ജോയിൻ ചെയ്ത് പറയാന്നുണ്ടെങ്കിൽ ആ ട്രെൻഡ് ഏതാണോ ആ ട്രെൻഡിൽ തന്നെയാണ് നമ്മൾ ഓൺ പ്രൊഡക്ഷൻ വന്നു. ഇപ്പോൾ ഓൺ പ്രൊഡക്ഷൻ ജസ്റ്റ് എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ തന്നെ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ മെൻഡ് പറയാം, അല്ലെങ്കിൽ സുഡിയോ പറയാം, അല്ലെങ്കിൽ സ്റ്റൈൽ യൂണിയൻ പറയാം. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ ചെയ്ത് കൊടുക്കുന്നത്. അവരുടെ ഒക്കെ സെയിലും ഡിഫറെൻ്റ് ആണ്. ഞാൻ ജസ്റ്റ് ഒരു ബ്രാൻഡിനെയും കുറ്റപ്പെടുത്തുന്നോ അല്ലെങ്കിൽ മോശപ്പെടുത്തുന്ന രീതിയിൽ പറയല്ല. പക്ഷേ ഇതിൽ ട്രെൻഡ് ഫോളോ ചെയ്തവർക്കും അല്ലെങ്കിൽ കസ്റ്റമറെ മനസ്സിലാക്കിയവർക്കും നല്ല സെയിൽ നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സെയിൽ വർക്കൗട്ടാണ്. നമ്മളും ആ രീതിയിൽ കസ്റ്റമറെ മനസ്സിലാക്കിക്കൊണ്ട് ആ ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ടാർഗറ്റ് ഓഡിയൻസ് ഇവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴും ആ രീതിയിലേക്കാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അല്ലാതെ നമ്മളുടെ പ്രോഫിറ്റ് മാത്രം നോക്കിക്കൊണ്ടുള്ള ഒരു പ്രൊഡക്ഷനിലേക്കല്ല നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്. നമ്മളെ ടാർഗറ്റ് ഓഡിയൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് പ്രോഫിറ്റബിളും അവർക്ക് ക്വാളിറ്റി ഉള്ളതുമായിട്ടുള്ള വെർത്തി ആയിട്ടുള്ള സാധനം നല്ല പ്രൈസിൽ കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മളിപ്പോൾ കറൻ്റ്ലി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. മനസ്സിലായി. ഇതൊന്നുകൂടി കണക്ട് ആക്കിയിട്ട് വേറെ റംഷനോട് ചോദിക്കുകയാണെങ്കിൽ, കൂടുതൽ എനിക്ക് പ്രൊഡക്ഷൻ സൈഡ് നോക്കുന്നതും പർച്ചേസും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന റംഷായിരിക്കുമല്ലോ. അപ്പം ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഈ ഫാഷൻ ട്രെൻഡ്സ് തന്നെയാണ്. പെട്ടെന്നായിരിക്കും മാറിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പം ആദ്യം ഒരു 6 months കൂടുമ്പോൾ മാറുന്ന, ഇപ്പോൾ ചിലപ്പോൾ 1-2 മാസം കൊണ്ട് മാറുന്ന സംഗതിയുണ്ട്. പുതിയ ഫിലിമുകൾ ഇറങ്ങുന്നതോ അല്ലെങ്കിൽ ഒരു സീരീസ് കാര്യങ്ങൾ വരുന്നതോ അതൊക്കെ മാറ്റം മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണല്ലോ. അപ്പോൾ ശരിക്കും നമ്മളൊരു എന്താ പറയുക, ഒരു ഫ്രാഞ്ചൈസി എടുക്കാൻ വരുന്ന ഒരാളെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അവർക്ക് എപ്പോഴും വേണ്ടത് നമ്മൾ ട്രെൻഡിനനുസരിച്ച് മൂവ് ചെയ്യുന്ന ബ്രാൻഡാണോ എന്നുള്ളൊരു ചെക്കിങ് അവർക്ക് എന്തായാലും വേണ്ടി വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം അത് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. നമ്മൾ ഒരു ഫോക്കസ് എങ്ങനെയാണ് ശരിക്കും ട്രെൻഡ് അഡാപ്റ്റ് ചെയ്യുന്നതിലേക്ക് വരുന്നത്? ഇതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ക്ലോത്തിങ് ഫീൽഡിൽ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ പറ്റുക വെച്ചിട്ട് ലേറ്റസ്റ്റ് ട്രെൻഡും ബെസ്റ്റ് MRP ആണ്. അപ്പോൾ അത് കൊടുക്കണമെങ്കിൽ അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഇടനിലക്കാരുണ്ടാവരുത്. അതായത് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഡയറക്റ്റ് കസ്റ്റമർ, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ എത്രമാത്രം ആളുകൾ വരുന്നു അതിനനുസരിച്ച് ഇതിൻ്റെ MRP ഓട്ടോമാറ്റിക് അവിടെ ചേഞ്ച് ആവും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി, ബെസ്റ്റ് സ്റ്റൈല്. അപ്പോൾ ഈ മാസം കൊടുക്കേണ്ട പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു 30 ദിവസം ബാക്കിലോട്ട് മുന്നേ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടാവും. മിനിമം അല്ലെങ്കിൽ 45 days ബാക്കിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. അതായത് നെക്സ്റ്റ് ഇനിയിപ്പോൾ സമ്മർ വരാൻ പോകുന്നത് അല്ലെങ്കിൽ വിൻ്റർ വരാൻ പോകുന്നത്, അതിൻ്റെ 45 ദിവസം അല്ലെങ്കിൽ 60 ദിവസം മുന്നേ നമ്മളിത് മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ബാക്കിൽ ഒരു വലിയ ടീമല്ല, ഒരു മിനിമം ഇപ്പം നമ്മളെ ബ്രാൻഡിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഒരു R&D ടീം തന്നെ ഉണ്ട്. അത് എന്ത് പ്രൊഡക്ഷൻ ചെയ്യണം, ഏത് സൈസ് പ്രൊഡക്ഷൻ ചെയ്യണം, ഏത് സൈസ് ഏറ്റവും കൂടുതൽ പോകുന്നത്, ഏത് സ്ലീവ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യണം, ഏത് സൈസ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യണം, അതുപോലെ തന്നെ ഏത് ചെക്സിലുള്ളതാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത്. അപ്പം നമ്മളിതിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഒരുപാട് ടൂൾസുകൾ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യും പ്രൊഡക്ഷനിൽ. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ട്രെൻഡ് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. പല ബ്രാൻഡുകളെയും നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഏറ്റവും ബെസ്റ്റ് ട്രെൻഡ് വരാൻ പോകുന്നത് ഇന്നതാണ്, ഇത് അപ്ഡേറ്റഡ് ആണ്, ഇത് നന്നായിട്ട് മൂവ് ആവുന്നുണ്ട്. നമ്മൾ തന്നെ പ്രൊഡക്ഷൻ ചെയ്തപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് മൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ആ പ്രൊഡക്റ്റുകളെ നമ്മൾ വീണ്ടും മാനുഫാക്ചറിങ് ചെയ്യും. പിന്നെ അത് ചെയ്യുന്നത് ഒരു ബൾക്ക് ക്വാണ്ടിറ്റി അല്ല. ഇപ്പോൾ ചില ബ്രാൻഡുകൾ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഒരേ ഒരു സ്റ്റൈലിൽ ഒരു കറുപ്പ് ഒരു പ്രിൻറ്റഡ് ഷർട്ടാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ അതിൽ 10 പേരും 15 പേര് വന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു കല്യാണത്തിന് കൂടുന്ന ടൈമിൽ ഈ 15 പേരും ചിലപ്പോൾ ഈ ഷർട്ടായി കേട്ട് പറയുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു മിനിമം ക്വാണ്ടിറ്റിയാണ് പ്രൊഡക്ഷൻ ചെയ്യുക. ആ സാധനം നമ്മളെ കൗണ്ടറിൽ വന്ന് സെയിലായി കഴിഞ്ഞാൽ പിന്നെ അതേ സെയിം പ്രോഡക്റ്റ് ഒരിക്കലും വീണ്ടും നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ട്രെൻഡി ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് MRP ഉള്ള പ്രൊഡക്റ്റാണ് നമ്മൾ കസ്റ്റമർക്ക് എപ്പോഴും കൊടുക്കുന്നത്. ഓക്കെ,
നമ്മളിപ്പം ബിസിനസ്സിനൊരു എക്സ്പാൻഷൻ മോഡിലാണല്ലോ ഇപ്പം നിൽക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു ഹാഫ് ഓഫ് ദ ജേണി എന്ന് പറയാം. അപ്പോൾ റീച്ച് ആയിട്ടുണ്ടാവും ആ ലെവലിലേക്ക്. ഇനി നെക്സ്റ്റ് ലെവലിലേക്കുള്ള എക്സ്പാൻഷനിലേക്കാണ് പോകുന്നത്. നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്ട്രഗിളിങ്ങും എല്ലാം കഴിഞ്ഞാൽ ഗ്രോയിങ് കഴിഞ്ഞു, നെക്സ്റ്റ് ലെവലിലേക്കാണ് ഇപ്പോൾ നമ്മുടെ കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് നിങ്ങൾ ഫ്രാഞ്ചൈസിങ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത്. അങ്ങനെയാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യാനുള്ള റീസണൊക്കെ അതാണ്. അങ്ങനെ വരുമ്പോഴും ഇപ്പോൾ ഫ്രാഞ്ചൈസി അല്ലാതെ തന്നെ എക്സ്പാൻഡ് ചെയ്യുന്ന ബ്രാൻഡുകൾ ഉണ്ട്. അപ്പം ഇത് നമുക്ക് ഫ്രാഞ്ചൈസി എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് ഇന്ന് എന്തുകൊണ്ടാണ് നിങ്ങളൊരു ഫ്രാഞ്ചൈസി മൊമെൻ്റ് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഒന്നുകൂടി എളുപ്പമാണ്. നിങ്ങളെ സൈഡിൽ നിന്ന് അത് മനസ്സിലാക്കാൻ ഒന്നുകൂടി എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ ഫ്രാഞ്ചൈസി എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നുള്ളതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഫാസ്റ്റായിട്ട് നമ്മളെ ബ്രാൻഡിനെ എല്ലാവരിലേക്കും എത്തിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രാഞ്ചൈസി ആണ് ഇപ്പോഴത്തതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം നമ്മളെ ഒരുപാട് നല്ല പാർട്ട്നേഴ്സാണ് ശരിക്കും ഈ ഫ്രാഞ്ചൈസിയിലേക്ക് വരുന്നത്. കാരണം ഈ ബ്രാൻഡിനെ മനസ്സിലാക്കുന്ന, ഈ ബ്രാൻഡ് വളരണമെന്ന് മനസ്സിലാക്കുന്ന, ഇപ്പോൾ അവരെന്തുകൊണ്ട് ചൂസ് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രൂവണാണ്. ഞങ്ങൾ പ്രൂവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ ഉള്ളവരുടെ ഫണ്ട് കൊണ്ടല്ല പ്രൂവൺ ചെയ്തത്. ഞങ്ങൾ ഈ പറയുന്ന ചെറിയ ക്യാപിറ്റൽ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ അതിനെ ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്ന് വേറെ ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ഒരു ഏകദേശം 5 വർഷം ഒരു 7 ബ്രാഞ്ചസ് ഞങ്ങൾ ഓണായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 7 ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്തതും ഞങ്ങൾ ഏത് സ്റ്റേജിലാണോ സ്റ്റാർട്ട് ചെയ്തത് അതേ ഒരു സ്റ്റേജിലല്ല അതിനെ ഡെവലപ്പ് ചെയ്തത്. അതിനെ ഡെവലപ്പ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വേണം ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾ നോക്കി കാണേണ്ടത്, ആ രീതിയിലേക്ക് അതിനെന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ വലുതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾ നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഹാപ്പൻ ഹോപ്പിൻ്റെ ഒരു ജേണി തന്നെ ആയിരിക്കും. കാരണം ഞങ്ങൾക്ക് അൽഹംദുലില്ലാ എന്തില്ല, ഫോൾസ് ഇല്ല. ഞങ്ങൾ ഇതുവരെ വന്ന വഴിയിൽ ഞങ്ങളുടെ ഒരു ഔട്ട്ലെറ്റ്സോ കാര്യങ്ങളോ എന്ത് ചെയ്യേണ്ടി വന്നിട്ടില്ല, ഞങ്ങൾക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം അത് ഞങ്ങളുടെ ഒരു ഭയങ്കര മെറിറ്റ് ആയിട്ട് തന്നെയാണ് ഞങ്ങൾ പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ പുറത്തു നിന്ന് വേറെ ഫണ്ടോ ലയബിലിറ്റീസോ എടുത്തിട്ടല്ല ഞങ്ങളിതൊന്നും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങളുടെ എപ്പോഴും ആരോടും പറയുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ പോസിറ്റീവായി ഞങ്ങളുടെ പോസിറ്റീവായിട്ടും ഞങ്ങളുടെ മെറിറ്റ് ആയിട്ടും ഞങ്ങൾ സംസാരിക്കുന്നതാണ്. നെക്സ്റ്റ് അതേപോലെ തന്നെ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 100% ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ വിഷൻ ഞങ്ങൾക്ക് എന്താണ് പ്യുവറാണ്. അപ്പോൾ ആ വിഷനിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്കും ഞങ്ങളെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പ് കൊടുക്കാൻ പറ്റും. അതെ. ഓക്കെ. ഇനിയിപ്പം റംഷുവിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ ശരിക്ക് ഒരു ആസ് എ പാരൻ്റ് ഒരു സ്ട്രഗിളിങ് ഡിസിഷനാണ് ഈ കുട്ടികളുടെ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് പ്രൈസ് വേഴ്സസ് ക്വാളിറ്റി എന്നുള്ള സംഗതി. നമ്മൾ ചിലപ്പം എനിക്കൊക്കെ കുറച്ച് മുമ്പുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം കുറേയൊക്കെ അത് നിങ്ങൾ പറഞ്ഞ പോലെ പഠിച്ചെടുത്തു. ആദ്യം ചിലപ്പോൾ ചില ബ്രാൻഡുകളിൽ കയറിയിട്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ, ഇപ്പം ബ്രാൻഡ് നെയിമൊന്നും ഞാൻ പറയുന്നില്ല, നല്ല ക്വാളിറ്റി നല്ല പ്രൈസ് കൊടുത്താൽ കിട്ടുന്ന വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങുന്നത് ചിലപ്പോൾ ഉദ്ദേശിച്ച പോലെ ക്വാളിറ്റി ഉണ്ടാവാറില്ല. അപ്പോൾ ശരിക്കും അത് ഒരു എന്താ പറയുക, നമ്മൾ ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അവരൊരു പെയിൻ പോയിൻ്റ് തന്നെയാണ് നല്ല പ്രൊഡക്റ്റ്, നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് റീസണബിൾ പ്രൈസിന് കിട്ടുക എന്നുള്ളത്. അപ്പം അതെങ്ങനെ ശരിക്കും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്, ആ ലെവലിലേക്ക് കസ്റ്റമർ ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ഇപ്പോൾ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും ഫസ്റ്റ് ഉണ്ടാവുന്നത് ഓൺ മാനുഫാക്ചറിങ് ചെയ്യുന്ന ടൈമിൽ അവർക്കൊരു MOQ ഉണ്ടാവും. അതായത് മാനുഫാക്ചറിങ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു MOQ ഉണ്ടാവും, ഒരു മിനിമം ക്വാണ്ടിറ്റി ഓർഡർ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതൊരു ഭയങ്കര ഹ്യൂജ് ആണെന്നുണ്ടെങ്കിൽ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ആർക്കും അത് പറ്റില്ല. അപ്പോൾ അവിടെ നമുക്ക് ഓക്കെ ആയിട്ടുള്ള, നമുക്ക് കിട്ടേണ്ട ക്വാളിറ്റി ഓക്കെ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ചെയ്യുന്ന പാർട്ടികളെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അവരെ ഫൈൻഡ് ചെയ്തിട്ട് അവർ പറയുന്നത് 1000 ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ വിഷനും നമ്മളെ ബ്രാൻഡിൻ്റെ ക്രെഡിബിലിറ്റിയും സംസാരിച്ച്, എല്ലാവരും വിശ്വാസമാണല്ലോ, ഏതൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത്ര വർഷം കൊണ്ട് ഇത്ര ക്വാണ്ടിറ്റി ചെയ്യും എന്നുള്ള കാഴ്ചപ്പാട് കൊടുത്തിട്ടാണ് ഈ മിനിമം ക്വാണ്ടിറ്റിയിൽ നിന്ന് നമ്മളത് കുറച്ചിട്ട് നമുക്ക് വേണ്ട ക്വാളിറ്റി ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ മിനിമം ക്വാണ്ടിറ്റി ഓർഡർ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ആ പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് ബ്രാൻഡാണെന്നുണ്ടെങ്കിലും ഇത് ഡിസ്ട്രിബ്യൂഷൻ എത്ര ചാനൽ വഴി കടന്നു പോകുന്നോ ആ ചാനൽ വഴി കടന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക് അതിൻ്റെ പ്രോഫിറ്റ് അവർക്കൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പം മറിച്ച് അത് പ്രൊഡക്ഷൻ ചെയ്യുന്ന നമുക്ക് വേണ്ട മിനിമം പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത്, അതിന് ശേഷം ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക് അതിൻ്റെ MRP വലിയ വിലാവില്ല, ഒരു മിനിമം MRP മാത്രമേ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല പ്രൊഡക്ഷൻ ചെയ്ത് ക്വാളിറ്റി ഓക്കെ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ചെയ്ത് ആ സാധനം നല്ല MRPയിൽ നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും.
നമ്മൾ ഈ ഫ്രാഞ്ചൈസി എൻക്വയറി ചെയ്യുന്ന സമയത്ത് ആൾക്കാർ എപ്പോഴും ഫ്രാഞ്ചൈസി ചോദിക്കുന്ന സമയത്ത് അവർക്ക് പല ഡൗട്ട്സും ഉണ്ടാവും. എപ്പോഴും ആദ്യം അവർക്ക് അറിയേണ്ടത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ എങ്ങനെയാണെന്നുള്ളത്, പിന്നെ എന്തൊക്കെ ബെനിഫിറ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആണ് നമുക്ക് കിട്ടുക മറ്റ് ബ്രാൻഡ് അപേക്ഷിച്ച് നോക്കുമ്പോൾ. കാരണം അവർ മറ്റ് ബ്രാൻഡുകളും സെർച്ച് ചെയ്തിട്ടുണ്ടാവും നമ്മളത്തേക്ക് എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളത്തെ എത്തിയതിന് ശേഷം മറ്റ് ബ്രാൻഡുകൾ നോക്കുന്നുണ്ടാവും. സിമിലർ കോമ്പറ്റീറ്റേഴ്സ് അവർ നോക്കും, കാരണം അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വരുമ്പോൾ എന്താ അവർ നോക്കാതിരിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം അവർക്ക് എപ്പോഴും അവർ നമ്മുടെ അടുത്തേക്ക് അടുക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് നിന്നുള്ള ബെനിഫിറ്റ് അവർക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നാം ആ സംഗതി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഹാപ്പൻ ഹോപ്പിൻ്റെ ഫാൻറ്റസി എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ആണ് അവർക്ക് ഉണ്ടാവുക എന്നുള്ളത് എങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? നമുക്ക് ഈ ഫ്രാഞ്ചൈസി ഫസ്റ്റ് എടുക്കുന്നതിൻ്റെ മുന്നേ ലൊക്കേഷൻ, ഫസ്റ്റ് ഓഫ് ഓൾ ലൊക്കേഷൻ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ സംസാരിക്കുന്നത്. അതിന് ശേഷം ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഫ്രാഞ്ചൈസി എഗ്രിമെൻറ്റിലേക്ക് പോവുക. ഓക്കെ. ഇപ്പോൾ ഒരാൾ നല്ലൊരു ലൊക്കേഷൻ അല്ല, എൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഓക്കെ ആവില്ല. ലൊക്കേഷൻ റീറ്റെയിൽ ബിസിനസ്സിനെ അപേക്ഷിച്ച് ഒരു മെയിൻ ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ ലൊക്കേഷൻ കഴിഞ്ഞു, നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ആയിട്ട്, അതായത് ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു നെഗറ്റീവ് ഇല്ലാതെയാണ് നമ്മളത് ക്ലോസ് ചെയ്യുക. അവർക്ക് വേണ്ട എന്താണ് അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണ്ടത്, അവർക്ക് സെയിൽസ് അറിയാനുള്ള ഓപ്ഷൻസ്, അവർക്ക് റിട്ടേൺസ് എത്ര വർഷം കൊണ്ട് കിട്ടും എന്നുള്ള എല്ലാം നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് കൊടുത്ത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ എഗ്രി ചെയ്യുന്നത്. ഫുൾ ക്ലാരിറ്റി ഇനീഷ്യലി അതെ കൊടുക്കും. ഓക്കെ. എത്ര വർഷം കൊണ്ട് അയാൾക്ക് റിട്ടേൺ ആവുന്നത്, അയാൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അയാൾക്ക് എങ്ങനെ സെയിൽ അറിയാൻ പറ്റും, അയാൾക്ക് എന്തൊക്കെ മന്ത്ലി റിപ്പോർട്ട്സുകൾ നമ്മൾ കൊടുക്കും, ഇയർലി എന്തൊക്കെ റിപ്പോർട്ട്സുകൾ കൊടുക്കും, എല്ലാം വ്യക്തമാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ സൈൻ ചെയ്യിപ്പിക്കുന്നത്. ട്രാൻസ്പെറൻസി എത്രത്തോളം ഉണ്ടാവും? അതെ അതെ, 100% നമ്മൾ ഇത്രയും കാലം ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ ഇനിയും ആര് നമ്മളെ ബ്രാൻഡിലേക്ക് വരുമ്പോഴും നമ്മളെ ഫാമിലിയുടെ മെമ്പർ ആവുന്നോ എല്ലാം ഓപ്പൺ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനെപ്പോഴും പറയലുണ്ട്, നമ്മളൊരു ഫ്രാഞ്ചൈസർ ഒരു ബ്രാൻഡ് ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. റൈറ്റ് ഫ്രാഞ്ചൈസി ആവണം, റൈറ്റ് ലൊക്കേഷൻ ആവണം. പക്ഷേ റൈറ്റ് ഫ്രാഞ്ചൈസി ഉദ്ദേശിക്കുന്നത് റൈറ്റ് പേഴ്സൺ ആവണം, കറക്റ്റ് റൈറ്റ് ആളാവണം. റൈറ്റ് ലൊക്കേഷൻ ആണെങ്കിൽ നമുക്ക് ഒരുവിധം പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ടേക്ക് പോകും. അപ്പോൾ നിങ്ങളൊരു പെർസ്പെക്റ്റീവിൽ എന്തൊക്കെ ഒരു ഫ്രാഞ്ചൈസീനെ നിങ്ങൾ ചൂസ് ചെയ്യണമെങ്കിൽ, കാരണം നിങ്ങളിപ്പം ഫ്രാഞ്ചൈസി ചോദിച്ചു വന്നാൽ എല്ലാവർക്കും നിങ്ങൾ ഫ്രാഞ്ചൈസി കൊടുക്കൂലല്ലോ എന്തായാലും. നിങ്ങളെ കുറച്ച് ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ നിങ്ങളെ ബ്രാൻഡായിട്ട് മാച്ച് ആവുന്ന കുറച്ച് സംഗതികൾ അവർക്ക് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ അവരായിട്ട് ഫ്രാഞ്ചൈസി നിങ്ങൾ സൈൻ ചെയ്യുള്ളൂ. അങ്ങനെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഫ്രാഞ്ചൈസിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റീസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? നമ്മളിപ്പോൾ ഒരു ഫ്രാഞ്ചൈസി കൊടുക്കുക എന്നുള്ളൊരു സംഭവം ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വരുന്നൊരു ഫ്രാഞ്ചൈസി പാർട്ട്ണറാണ്, നമ്മളെ ഫാമിലിയുടെ ഒരു മെമ്പറായിട്ടാണ് ആൾ വരുന്നത്. അപ്പോൾ ആൾ മിനിമം ഈ പറയുന്ന ബിസിനസ്, അതായത് ചിലപ്പോൾ നമ്മളെ ഫീൽഡിൽ തന്നെ അത്ര പരിചയം ഉണ്ടായിക്കൊള്ളുന്നില്ല, ആൾ വേറെ എന്തെങ്കിലും ജോബോ അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ബിസിനസ്സോ ആണ് ചെയ്യുന്നത്. പക്ഷെ മിനിമം ആ ബിസിനസ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണോ എന്നുള്ളത് എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നോക്കും. ഈ പറയുന്ന എങ്ങനെ ആയാലും ഫസ്റ്റ് ഒരു ഹണിമൂൺ പീരീഡ് ഉണ്ടാവും, ഒരു കൂളിംഗ് പീരീഡ് ഉണ്ടാവും, എല്ലാ സ്റ്റേജും ഒരു ബിസിനസ്സിന് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്റ്റേജ് എന്ത് ചെയ്യണം, നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാനുണ്ടാവും. ചിലപ്പോൾ ഒരു മാർക്കറ്റിൽ ചെന്ന പാടന്നെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ഫുള്ളി കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫുള്ളി കവർ ചെയ്യാനോ ഒന്നും പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ ആ പാർട്ട്നേഴ്സ് ശരിക്കും അവിടെ എന്ത് ചെയ്യണം, നമ്മളെ ഒപ്പം നിന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നുള്ളൊരു സംഭവം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. ഇപ്പം നമ്മൾ ഓൾറെഡി ഉള്ള ഫ്രാഞ്ചൈസി ഓണേഴ്സൊക്കെ നമുക്ക് അങ്ങനെയുള്ളൊരു ഫ്രാഞ്ചൈസി ഓണേഴ്സാണ്. കാരണം നമ്മളെ സ്ട്രഗിളിങ് സ്റ്റേജും അല്ലെങ്കിൽ നമ്മളെ സ്റ്റാഫ് ഷോർട്ടേജും എല്ലാ കാര്യങ്ങളും, കാരണം ഒരു ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ സ്റ്റേജസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവരെ മുന്നിലേക്ക് നമ്മൾ ശരിക്കും ഞങ്ങൾ ഫസ്റ്റ് തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മളൊരു ഫ്രാഞ്ചൈസി പാർട്ട്ണർ എടുക്കുമ്പോൾ നമുക്ക് എത്ര ബെനിഫിറ്റ് ആണോ അതേ രീതിയിൽ ആർക്കും ബെനിഫിറ്റ് ഉണ്ടാവണം. ഈ ഫ്രാഞ്ചൈസി എടുക്കുന്ന ഒരാൾക്കും എന്തുണ്ടാവണം, ബെനിഫിറ്റ് ഉണ്ടാവണം എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ അവർക്ക് ആ ഒരു ബെനിഫിറ്റ് ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, അവർ നെക്സ്റ്റ് ഒരു ഫ്രാഞ്ചൈസി എടുക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ അവരെ നെക്സ്റ്റ് ഒരാളെ റെഫർ ചെയ്യാനോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, സംഭവം ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഏറ്റവും ഇനീഷ്യലി നമ്മൾ നോക്കുന്നത് നമ്മൾ അതിന് ഒരു ബിസിനസ് കൺസെപ്റ്റ് അവർ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിൽ ഇപ്പം റംഷു, നമ്മൾ ഒരാളിപ്പോൾ ഫ്രാഞ്ചൈസി എടുക്കാൻ ഓക്കെ ആയെന്ന് വയ്ക്കുക, നമ്മുടെ ഫ്രാഞ്ചൈസി ടേം എല്ലാം ഓക്കെ ആയി സൈനപ്പ് ചെയ്തെന്ന് വയ്ക്കുക. നമ്മൾ ഒരു ജേണി ഉണ്ടല്ലോ, ഒരു ഫ്രാഞ്ചൈസി അഗ്രി ആയാൽ അത് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നവരെയുള്ള പീരീഡ് ചിലപ്പോൾ ഒരു 1.5 മാസം 2 മാസം സമയം എടുത്തിലേക്ക് ഒരു ഓപ്പണിങ്ങിലേക്ക് എത്തുക.
ആ ഒരു പ്രോസസ്സ് ശരിക്കും അതിൽ എന്തൊക്കെ കവർ ആവുന്നുണ്ട്? ഒരാൾ ഓക്കെ ആയി, നമ്മളൊക്കെ ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്തു, നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ മുതൽ പിന്നെ ഒരു ഓപ്പണിംഗ് വരെയുള്ള നിങ്ങളുടെ പ്രോസസ്സ് ഉണ്ടാവുമല്ലോ, അത് ശരിക്കും എന്തൊക്കെയാണ് ശരിക്കും അതിലേക്ക് കവർ ആവുന്നത്? ടോട്ടൽ ഷോപ്പിൻ്റെ വർക്ക് സ്റ്റാർട്ടിങ് ടു എൻഡ്, ഓപ്പണിംഗ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്റ്റാഫിൻ്റെ ട്രെയിനിങ്, സ്റ്റാഫിനെ അവിടെ അറേഞ്ച് ചെയ്യുന്നത്, അതേപോലെ തന്നെ അവർക്കുള്ള ട്രെയിനിങ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതുവരെയുള്ള നമ്മളെ ഫ്രാഞ്ചൈസി എടുത്തതെല്ലാം കമ്പനി തന്നെയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്ക് ഇതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ബ്രാൻഡിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള നമ്മളെ ഫ്രാഞ്ചൈസി സ്റ്റോറുകളാണെന്നുണ്ടെങ്കിലും ഇത് റൺ ചെയ്യുന്നത് 100% നമ്മളെ കമ്പനി തന്നെയാണ്. ഓക്കെ, കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന മോഡലാണ് എല്ലായിടത്തും ചെയ്യുന്നത് അല്ലേ? ഇതിൽ വേറെ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അഡ്വർടൈസിങ്, പ്രൊമോഷൻസ്, ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ. നമുക്കൊരു ഓപ്പണിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംഗതികൾ ഉണ്ടാവുമല്ലോ. എന്താ പറയുക, ഇനീഷ്യൽ മാർക്കറ്റിംഗ് കാര്യങ്ങൾ, അങ്ങനത്തെ ഒക്കെ എല്ലാം കമ്പനി തന്നെയാണ് ചെയ്യുന്നത്. റീജിയൻ വൈസ് നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നോക്കിയിട്ട് അവിടെ സ്റ്റോറിന് സെപ്പറേറ്റ് നമ്മൾ എന്ത് മാർക്കറ്റിംഗ് ചെയ്യണം, അല്ലെങ്കിൽ സെയിൽ ഇപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ സെയിൽ കൂടാൻ വേണ്ടി എന്ത് ചെയ്യണം, അവിടെയുള്ള ടോട്ടൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട്, കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് സ്ട്രാറ്റജി യൂസ് ചെയ്യണം, എല്ലാം നമ്മളെ ഓൺ ടീം ഇതിന്റെ ബാക്ക് എൻഡിലുണ്ട്, നമ്മളാണ് ചെയ്യുന്നത്. നമുക്കൊരു ബ്രാൻഡ് ഒരു റീജിയനിൽ സ്റ്റാർട്ട് ചെയ്താൽ ഇപ്പോൾ ഈ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്കാർക്ക് ഒരു ഡൗട്ടാണ്. ഇപ്പം ചില നമുക്ക് നോർത്ത് ഇന്ത്യയിലോ മറ്റുള്ളൊക്കെ ബ്രാൻഡ് പോയി എടുക്കുമ്പോൾ ഇവിടെ മാക്സിമം ഒരു സപ്പോർട്ട് കിട്ടാതെ അവർക്ക് പിന്നെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ മുമ്പ് ഒരു നോർത്ത് ഇന്ത്യയിലെ ബ്രാൻഡ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇവിടെ ഉള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ലെവലാണ് അവർ വന്നത്. പക്ഷേ അവർക്ക് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇവിടെ കൊടുക്കാൻ പറ്റില്ല ആ റീജിയനിൽ. ഇപ്പം ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇഷ്യൂ ആണ്. ആ റീജിയനിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ ഉള്ളൊരു ഫോക്കസ് നമുക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇവിടെ നിങ്ങൾ എന്തായാലും ഏത് റീജിയനിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ഫോക്കസ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്ത് മാക്സിമം ആൾക്കത് പൊസിഷനിങ് എത്താൻ വേണ്ടി ശ്രമിക്കും അല്ലേ, ആ ലെവലിലേക്ക്. ഇപ്പം റംഷു പറഞ്ഞു ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്യുന്ന സമയത്തുള്ള, സൈൻ ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയം വരെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം പിന്നീടുള്ളൊരു ഡൗട്ടാണ്, ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് പിന്നെയുള്ള നമ്മൾ ആ റണ്ണിങ് പീരീഡിൽ നമ്മളൊരു എന്താ പറയുക, ഒരു ഫ്രാഞ്ചൈസി റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അധിക സ്ഥലത്തും പ്രശ്നം വരുന്ന ഇതാണ്, ഈ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ അവിടെ ചിലപ്പം ഈവൻ ലോസ് ആണെങ്കിലും അതെന്താന്നുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവർക്ക് ഇത് അറിയാൻ പറ്റില്ലാവില്ല. അപ്പോൾ ആ ഒരു പ്രോപ്പറായിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റണ്ണിങ് വേണമല്ലോ. അപ്പോൾ അതിന് ശരിക്കും എന്തൊക്കെയാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ഇപ്പോൾ റിപ്പോർട്ട് സിസ്റ്റം ആണെങ്കിലോ എന്താണെങ്കിലും എങ്ങനെയാണ് നിങ്ങളെ ഞാനിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രാഞ്ചൈസി റൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റില്ല, എങ്ങനെയാണെന്നുള്ളതൊന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, ഇതിന് ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റോർ ഓപ്പൺ ആക്കിയതിൻ്റെ ശേഷം പറയുന്നതിനേക്കാളും ബെറ്റർ ഇതിൻ്റെ ഫ്രാഞ്ചൈസി ഒരു എഗ്രിമെൻ്റ് ആവുന്ന മുതലുള്ളൊരു കാര്യം പറയുന്നത്. ശരിക്കും ഒരു സെറ്റപ്പ് കോസ്റ്റ് മുതൽ നമ്മൾ പറയാം. ശരി, പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ സെറ്റപ്പ് കോസ്റ്റിൽ സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ ചെയ്യാം, അങ്ങനെയുള്ളൊരു കൺസെപ്റ്റിലൊന്നല്ല നമ്മൾ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണോ ആക്ച്വലി വരുന്നത്, ശരിക്കും എല്ലാവർക്കും അതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് അവർക്കും കൂടെ ആക്ച്വൽ എന്താണ്, നമ്മൾ എസ്റ്റിമേറ്റഡ് ഇട്ടത് എന്താണ് എന്ന രീതിയിൽ അവർക്കും കൂടെ സബ്മിറ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റിലാണ് ഈവൻ സെറ്റപ്പ് കോസ്റ്റ് മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്തു തുടങ്ങും. നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഞാനൊരു പ്രീവിയസ് സ്റ്റോറി പറയാന്നുണ്ടെങ്കിൽ നമ്മളെ ഫസ്റ്റ് ഫ്രാഞ്ചൈസി കൊടുത്തത് തൊടുപുഴ ബ്രാഞ്ചായിരുന്നു. അപ്പോൾ തൊടുപുഴയിൽ നമ്മൾ ഇതേപോലെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇനീഷ്യൽ ഒരു 36 lakh ആയിരുന്നു നമ്മളുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 42.5 കാരണം നമ്മളുടെ എക്സ്പീരിയൻസ് കുറവോ അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്തു വെച്ചോ, അല്ലെങ്കിൽ ഒരു കൊല്ലം മുന്നെയാണ് അതിൻ്റെ മുന്നത്തെ സ്റ്റോർ ഞങ്ങൾ തുറന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്ലാൻ പ്രകാരമാണ് ഞങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത്. പക്ഷേ അതിൽ നിന്നുണ്ടായിട്ടുള്ള എല്ലാ പാർട്ട്നേഴ്സിനോടും നമ്മൾ സംസാരിച്ചു, എന്ത് ചെയ്യണം, നമുക്ക് ഇത്ര രൂപ ആഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവർ നമുക്ക് തന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ട്രാൻസ്പെറൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ടോക്കായിരുന്നു. അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളോടുള്ള ട്രസ്റ്റ്. കാരണം നിങ്ങൾ നേരെ മുന്നിലേക്ക് എന്താണ് ബില്ലും അതേപോലെ കൊട്ടേഷൻസും കാര്യങ്ങളുമാണ് നിങ്ങൾ കാണിക്കുന്നത്. ഫുള്ളി നമുക്കൊരു പ്രോബ്ലം ഇല്ല. നമ്മളെല്ലാവരും എന്ത് ചെയ്യാം, നമ്മൾ ഇത്ര ആയില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് അതാണ്. അവർക്ക് ആ ബിസിനസ് കൺസെപ്റ്റ് അവിടെ ഉണ്ട്. കാരണം ഇത്ര ആയില്ലേ, നമുക്ക് എന്തായാലും ഇത് പോസിബിൾ ആവില്ല, ഈ ഒരു എമൗണ്ട് ആയിട്ട് പോസിബിൾ ആവില്ല എന്ന് ഞങ്ങൾക്കും മനസ്സിലായി എന്നൊരു കൺസെപ്റ്റ് അവിടെ പറഞ്ഞു. അപ്പോൾ അത് ഈ പറഞ്ഞ സെറ്റപ്പ് കോസ്റ്റ് മുതലേ നമ്മൾ എന്ത് ചെയ്തിട്ട് ചെയ്യും, ഈ പറഞ്ഞ ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യും. പിന്നെ ഈ ഫസ്റ്റ് മന്ത് ഓൺവേർഡ്സ്
അവർക്ക് നമുക്കിത് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളും P&L ആയിക്കോട്ടെ, ബാലൻസ് ഷീറ്റ് ആയിക്കോട്ടെ, ക്യാഷ് ഫ്ലോ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഫ്യൂച്ചറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഓഡോ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ അവർക്ക് എന്ത് ചെയ്യാം, അവരെ മൊബൈലിൽ തന്നെ കാണാം എന്താണ് സെയിൽ, എന്താണ് നടക്കുന്നത്, അവിടെ എത്ര രൂപയുടെ സാധനം വന്നു, എത്ര രൂപയുടെ സാധനം സെയിലായി, എല്ലാ കാര്യങ്ങളും അവർക്ക് ഡാഷ്ബോർഡ് ത്രൂ കാണാനും, അതേപോലെ തന്നെ ക്വാർട്ടർലി അവർക്ക് മീറ്റിങ്സുകളായിട്ടും, മീൻസ് ഗൂഗിൾ മീറ്റ്സ് ആയിട്ടും, ഇയർലി അവരുടെ നമ്മൾ ഡയറക്റ്റ് മീറ്റിംഗ് ആയിട്ടും, അങ്ങനെ ഒരു രീതിയിലേക്ക് ഫുള്ളി ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട്. ഞാൻ നേരത്തെ നമ്മൾ ഫാമിലി മെമ്പർ എന്നുള്ളത് ജസ്റ്റ് വെറുതെ പറയുന്ന കൺസെപ്റ്റ് അല്ല, നമ്മൾ ശരിക്കും അതൊരു ഫാമിലി മെമ്പറായിട്ട് നമ്മൾ ഒരിക്കലും ഫാമിലീസിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതേ കൺസെപ്റ്റിൽ തന്നെയാണ് നമ്മൾ ബിസിനസ്സിലേക്ക് ഈ ഫ്രാഞ്ചൈസി പാർട്ട്നേഴ്സിനെ എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. അവരോട് ഫുള്ളി കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട്, അതിൽ ഈ പറഞ്ഞ സ്ട്രഗിളിങ് ആണെങ്കിൽ അതും അവരെന്ത് ചെയ്യണം, അറിയണം എന്ന കൺസെപ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. മീൻസ് ഈ ട്രാൻസ്പെറൻസിയുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കൺസെപ്റ്റ് അതാണ്. അവർക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കണം എല്ലാ കാര്യങ്ങളും, കാരണം അവരെ ഫണ്ട് ഇതിലുണ്ട്, അവരിതിൻ്റെ എന്താണ് പാർട്ട്നേഴ്സാണ്, അവരും ഒരു സ്ഥലത്തുനിന്ന് ബിസിനസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ജോലി ചെയ്തിട്ടോ നമ്മളെ വിശ്വസിച്ചുകൊണ്ട്, നമ്മളെ ബ്രാൻഡിനെ വിശ്വസിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തതാവും. സോ അവർക്ക് പൂർണ്ണമായും അതിന് റൈറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും നമ്മളെ ഭാഗത്തുനിന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഈ ഇപ്പോഴുള്ള ബിസിനസ്സിന് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം എന്തായാലും അത് ഓൺലൈനിലേക്ക് നമുക്ക് ലിസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഫ്രാഞ്ചൈസി ലെവലിൽ ഡെവലപ്മെൻറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഓൺലൈനിലേക്ക് എന്തായാലും അധികം വൈകാതെ തന്നെ വരും. കാരണം എന്തായാലും വേണമല്ലോ ബ്രാൻഡ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ, ആ ബ്രാൻഡ് പൊസിഷൻ ചെയ്യണമെങ്കിൽ, ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെങ്കിലൊക്കെ അത് മസ്റ്റാണ്. ഓൺലൈനിലേക്ക് എന്തായാലും പൊസിഷൻ ചെയ്യണം. അതിൻ്റെ ഒരു പ്ലാൻ ശരിക്കും എങ്ങനെ ഹാപ്പൻ ഓപ്പൻ്റെ വരുന്ന ഒരു ഓൺലൈൻ ലെവലിലേക്ക് ഓൺലൈൻ റീച്ച് ഔട്ട് ചെയ്യാനുള്ള പ്ലാൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ അത് ഫ്രാഞ്ചൈസിക്ക് അതെങ്ങനെയാണ് അത് ആ ബെനിഫിറ്റ് വരുന്നത് എന്നുള്ളതൊന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഓൺലൈൻ ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ ഒരു വർഷമായിട്ട് നമ്മൾ ഓൺലൈൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാൻ, മീൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ നമുക്ക് വന്നൊരു ബുദ്ധിമുട്ടിലെ ബാരിയർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ പ്രൊഡക്റ്റ് വരുന്നതും അത് നമ്മൾ ഓൺലൈൻ ഇ കോമേഴ്സ് ചെയ്യുന്നത് ഷോപ്പിഫൈയിലാണ്. അപ്പോൾ ഷോപ്പിഫൈക്ക് ഒരു ടെംപ്ലേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മളുടെ ഇൻവെൻട്രിക്ക് ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടെംപ്ലേറ്റ് ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിൻ്റെ കളർ എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ഡിസ്ക്രിപ്ഷൻ, എല്ലാ രീതിയിലും കൊടുക്കുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ അത് സോഫ്റ്റ്വെയറിൽ ഒന്ന് ചെയ്ത് പിന്നെ ഷോപ്പിഫൈക്ക് വേണ്ടി വീണ്ടും ഒന്ന് ചെയ്ത് ഇതിന് വേറൊരു സ്റ്റോറേജ് ചെയ്ത് എന്നുള്ളതൊക്കെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് എന്താണ് ബുദ്ധിമുട്ടാണ്. യെസ്, അപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു നമ്മൾ പുതിയ ERP ഓഡോ കൊണ്ടുവരാണ്. അപ്പോൾ അതിനായിട്ട് എങ്ങനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഷോപ്പിൽ നിന്ന് തന്നെ ഇപ്പോൾ ഫ്രാഞ്ചൈസി എടുക്കുന്നവരുണ്ടാവും, നാളെ അവർക്കും ഒരു ബുദ്ധിമുട്ടാവരുത്. കാരണം അവർ ഫ്രാഞ്ചൈസി എടുക്കാൻ വരുന്ന സമയത്ത് അവർ പറയും നിങ്ങൾ ഓൾറെഡി ഓൺലൈൻ സ്റ്റോർ ഉണ്ട്. നമ്മളെ മുന്നിൽ പല എക്സാമ്പിൾസും നമുക്കുണ്ടല്ലോ. കാരണം ഒരുപാട് സ്റ്റോർസ് ഫ്രാഞ്ചൈസി എടുത്തവർക്ക് എന്തില്ല, സെയിലില്ല. കുട്ടികളുടെ തന്നെ, ബട്ട് അവർക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്താണ്, നല്ല സെയിലാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് നമ്മളെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഇതെന്തായാലും ഉണ്ടാവരുത്, ആ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഒംനി ചാനൽ കൺസെപ്റ്റിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പ്രൊഡക്റ്റുകൾ എവിടെ നിന്ന് തന്നെയാണ് സെല്ലാവുന്നുണ്ടാവുക, ഈ ഫ്രാഞ്ചൈസി സ്റ്റോറോ ഓർ ഏതാണ് സ്റ്റോറിൽ ആ പ്രൊഡക്റ്റ് ഉള്ളത്, ആ കസ്റ്റമർ ചൂസ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള പിൻകോഡിനായിട്ട് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന സോഫ്റ്റ്വെയറും അതേപോലെ തന്നെ ഷോപ്പിഫൈ രണ്ടും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ അവിടെ കൊടുക്കും. അതിൽ നിന്നാണ് ഡെലിവറി പോകുന്നുണ്ടാവുക. അപ്പോൾ ഫ്രാഞ്ചൈസി എടുക്കുന്നവർക്ക് ഒരിക്കലും ഇതുകൊണ്ട് എന്ത് വരുന്നില്ല, ബുദ്ധിമുട്ട് വരുന്നില്ല. അവർക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണമാണ് വരുന്നത്. കാരണം അവിടെ വരുന്ന കസ്റ്റമർക്ക്, അവർക്ക് എല്ലാ കസ്റ്റമർക്കും വേണ്ടത് ഇപ്പം എന്താണ്, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആണ്. ചിലപ്പം വരാൻ പറ്റുന്നുണ്ടാവില്ല, ചിലപ്പോൾ എടുത്ത സാധനം തന്നെ റിപ്പീറ്റ് ആയിട്ട് വീണ്ടും ഓർഡർ ചെയ്യേണ്ട ആവശ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പം ഇതിനെല്ലാ സൊല്യൂഷൻസ് അവിടെ ഉണ്ട്. അതല്ലാത്ത കസ്റ്റമേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഈ പറയുന്ന നോർത്തിലേക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നമ്മളെ ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് നമ്മൾ ഇപ്പോൾ അധികം വൈകാതെ തന്നെ ഈ ഒരു ജനുവരിയുടെ മുന്നേ ആയിട്ട് നമ്മൾ ഏറ്റവും ചിന്തിക്കുന്ന, ഏറ്റവും അത് ലാസ്റ്റ് ഒരു ഡിസ്കഷനിൽ വന്നെന്ന് പറഞ്ഞാൽ November 14th ചിൽഡ്രൻസ് ഡേ ആണ്, അന്ന് ലോഞ്ച് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്. അതിന് മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ന്യൂ ഇയറിലേക്ക് നമ്മൾ എന്തായാലും എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന ഇ-കൊമേഴ്സ് നമ്മളെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ
ഫ്രാഞ്ചൈസി എക്സ്പാൻഷനിൽ നമുക്കിപ്പോൾ എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെന്തായാലും ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 2 സ്ഥലത്ത് വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇപ്പം നമുക്കൊരു 3-4 ജില്ലകളിലായിട്ടാണല്ലോ ഇപ്പോൾ കേരളത്തിലുള്ളത്. അത് തന്നെ നിങ്ങളിപ്പം സൗത്ത് പാർട്ടിലേക്ക് എൻ്റർ ചെയ്തു, തൊടുപുഴ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ മലപ്പുറം കാലിക്കറ്റ് ബെൽറ്റിൽ നിന്ന് നേരെ പിന്നെ തൊടുപുഴയിലേക്കാണ് എൻ്റർ ചെയ്തത്. അങ്ങനെ ഇനി കുറച്ച് സിറ്റീസ് നിങ്ങളുടെ മൈൻഡിൽ ഏതെങ്കിലും ഉണ്ടോ, നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള റീജിയൻ അല്ലെങ്കിൽ സിറ്റീസ് പ്ലാൻ ഉള്ളത് എന്തെങ്കിലും ഉണ്ടോ? ഒരു നെക്സ്റ്റ് ഒരു 1 to 2 ഇയറിലേക്ക് നമുക്ക് ഫ്രാഞ്ചൈസി ഇന്ന സ്ഥലത്താണെങ്കിൽ അത് ബെസ്റ്റ് ആണെന്ന് തോന്നുന്ന സ്ഥലങ്ങൾ എന്ന് പറയാൻ പറ്റും ആ ലെവലിലേക്ക്? ഫസ്റ്റ് ഇപ്പോൾ ഈ ഒരു മന്ത് നമുക്കൊരു ഓപ്പണിംഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എറണാകുളം പ്ലാൻ ചെയ്യുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇതേപോലെ തന്നെ താമരശ്ശേരി എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രാഞ്ചൈസി വരുന്നുണ്ട്, നമ്മുടെ പുതിയ സ്റ്റോർ. പിന്നെ അതേപോലെ തന്നെ പാല, കോട്ടയം. അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് എന്തായാലും ബ്രാൻഡ് വലുതാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഫേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ തമിഴ്നാട്, കർണാടക, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇൻഷാ അല്ലാഹ് ഫ്യൂച്ചറിലേക്ക് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പ്ലാനൊക്കെ വരുന്നുണ്ട്. പ്ലാനുള്ളതാണ്. ഓക്കെ. ഇതിൽ ഇപ്പം ഈ ഫ്രാഞ്ചൈസി നമ്മൾ ചൂസ് ചെയ്യുമ്പം റീജിയൻ വൈസ് ഉണ്ടല്ലോ. അപ്പോൾ റീജിയൻ വൈസ് ചൂസ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ സൗത്ത് ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ ഒന്നും കൂടി ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ സിറ്റീസ് നോക്കുമ്പോൾ ഇവിടുത്തെ അത്ര കോമ്പറ്റീഷൻ ആ ഭാഗത്തേക്ക് ഉണ്ടാവില്ല. നമ്മുടെ ബ്രാൻഡുകൾ നമ്മൾ ഇവിടുത്തെ എത്ര അവിടെ വെച്ചാൽ ഇവിടുത്തെ മീൻസ് നമ്മൾ നോർത്ത് ബ്രാൻഡുകളുണ്ട്, ഇവിടുത്തെ അത്ര ഷോപ്പുകളില്ല. ഓക്കെ. അപ്പൊ അവിടെ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ട് എങ്ങനെയായാലും അവിടെ കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ തൊടുപുഴ നമ്മളെ സ്റ്റോർ വരുന്നുണ്ട്, ഇടുക്കി ഡിസ്ട്രിക്റ്റ് ആണ്. അവിടെ ഈ പറയുന്ന പോലെ ബേബി ഹഗ് നല്ലൊരു ബ്രാൻഡാണ്, ഫസ്റ്റ് ക്രൈ വലിയ ബ്രാൻഡാണ്. പക്ഷെ എന്നാൽ പോലും കസ്റ്റമർ ഭയങ്കര ഹാപ്പിയാണ്. അതായത് അവിടെ കിട്ടാത്ത ട്രെൻഡി കളക്ഷൻസും ബെസ്റ്റ് MRP പ്രൊഡക്റ്റും ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റും നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളെ സ്റ്റോർ ഉള്ളത് നിയറസ്റ്റ് അവിടെ തൊടുപുഴ ഈ പറയുന്ന ബിസ്മി ഹൈപ്പർ മാർക്കറ്റിന്റെ തൊട്ടടുത്താണ്. അപ്പൊ നമുക്ക് അവിടെ ബ്രാൻഡുകൾ ഇല്ലാത്ത പ്രശ്നമില്ല. ട്രെൻഡ്സ് ഉണ്ട്, മാക്സ് ഉണ്ട്, അതുപോലെ തന്നെ ബേബി ഹഗ് ഉണ്ട്, ഫസ്റ്റ് ക്രൈ ഉണ്ട്, എല്ലാ ബ്രാൻഡുകളുണ്ട്. എന്നിട്ട് പോലും നമുക്ക് അവിടെ കസ്റ്റമർ 100% ഹാപ്പിയാണ്. നമുക്ക് അവിടുത്തെ ഫ്രാഞ്ചൈസറിന് അത് പ്രോഫിറ്റബിൾ ആണ്. ഓക്കെ. ഞാൻ മനസ്സിലാക്കിയ നമുക്ക് ഈ റീജിയണൽ ആയിട്ടുള്ള ഇപ്പം ആൾക്കാർക്ക് ആവശ്യമുള്ള ഐറ്റം ഉണ്ടല്ലോ, ഇപ്പൊ ട്രെൻഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ മറ്റ് ബ്രാൻഡുകൾ നമ്മളെ ഇവിടുത്തെ ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മൾ ഓരോ ഇപ്പം ഇന്ത്യ നോക്കുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ സ്റ്റേറ്റ് ഓരോ കൾച്ചറാണ്. നമ്മൾ സ്റ്റേറ്റ് അല്ല, ഈവൻ സ്റ്റേറ്റിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ തന്നെ കൾച്ചറും ലാംഗ്വേജ് ഒക്കെ തന്നെ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു റീജിയൻ വൈസ് ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ ബ്രാൻഡ് ആയതുകൊണ്ട് ഇവിടെ ഒരു പരിധി റീജിയൻ വൈസ് പ്രൊഡക്റ്റുകൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെയാണ്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മളെ ബേസിക് കുറച്ച് ഐറ്റംസുകളുണ്ട്, അത് ഓൾ ഓവർ എല്ലാ റീജിയനിലേക്കും ഓക്കെയാണ്. അതല്ലാതെ സ്പെഷ്യൽ എൻക്വയറികളുള്ള പ്രൊഡക്റ്റുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചില ഏരിയകളിലേക്ക് ഈ പറഞ്ഞ പോലെ ലൂസ് ഫിറ്റ് പാൻറ്റ് ഒന്നും പോസിബിൾ ആവില്ല. അപ്പം നമ്മളെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ് ഉള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഓൺ മാനുഫാക്ചറിങ്ങിൽ ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. ഇപ്പം നമ്മളെ കേരളത്തിലെ ടേസ്റ്റ് അല്ല കർണാടകയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ ടേസ്റ്റ് സെപ്പറേറ്റ് ആണ്. അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയുള്ള സെപ്പറേറ്റ് പ്രൊഡക്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കാനും പറ്റും. ഓക്കെ. നമുക്കിനി അവസാനമായിട്ട് ഹാപ്പൻ ഹോപ്പിൻ്റെ കഥകളെല്ലാം പറഞ്ഞു, സ്റ്റോറി പറഞ്ഞു, നിങ്ങൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, എവിടെ എത്തി, ഇപ്പോഴത്തെ സ്റ്റേജ് എന്താണെന്നൊക്കെ മനസ്സിലായി. നെക്സ്റ്റ് ഇനി നമുക്കിതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് അറിയേണ്ടത് നിങ്ങളൊരു നെക്സ്റ്റ് പ്ലാനാണ് അറിയേണ്ടത്. ഒരു ഹാപ്പൻ ഹോപ്പിൻ്റെ ഒരു ഫ്യൂച്ചർ എന്തൊക്കെയാണ് പ്ലാൻ വരുന്നത്, നിങ്ങളൊരു വിഷനിലേക്കായിരിക്കും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ എവിടെ വരെ എത്തി, അല്ലെങ്കിൽ ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ആ വിഷനിലേക്ക് റീച്ച് ചെയ്യാനുള്ളൊരു എന്താ പറയുക ഒരു പോയിന്റ് ഇനി എത്ര പോകാനുണ്ട്, ചുരുക്കി പറഞ്ഞ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാൻ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുക? നമ്മളിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് ഒരു വിഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഹാപ്പൻ ഹോപ്പ് എന്നുള്ളൊരു ബ്രാൻഡ് നെയിം എടുക്കുമ്പോൾ തന്നെ നമുക്കിത് ഇന്റർനാഷണലി പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ് ഒരു വിഷൻ. പക്ഷെ ഇന്ന് തന്നെ നേരെ നമുക്ക് ഇന്റർനാഷണലി അത് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് മുന്നേ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു ഗോൾ സെറ്റിങ്സ് ഉണ്ട്, നമ്മളൊരു 5 year വിഷൻ ഉണ്ട്. കറക്റ്റായിട്ടൊരു പ്ലാനിലാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വർഷം നമ്മൾ അവസാനിക്കുമ്പോഴേക്ക് നമുക്ക് 12 ഔട്ട്ലെറ്റ് ആവണം, ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പോഴേക്ക് 15 ഔട്ട്ലെറ്റ് ആവണം. അതേപോലെ തന്നെ ഓരോ വർഷവും അതെങ്ങനെ വേണം, അത് ഏത് ടൗൺസ് വേണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എന്താണ് കറക്റ്റ്ലി പ്ലാൻഡ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു മൈൽ സ്റ്റോൺ പ്ലാൻ, പുതിയൊരു ഇന്നോവേറ്റീവ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്യൂച്ചറിലേക്ക് ഒരു ഹോസ്പിറ്റൽ കൗണ്ടേഴ്സ് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. ന്യൂ ബോൺസിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ കൗണ്ടേഴ്സ്, അത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രീമിയം ഹോസ്പിറ്റൽസിലാണ് നമ്മൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂ ബോണിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്. അതായത് പോലെ തന്നെ 2028 ആകുമ്പോഴേക്ക് ഏറ്റവും ഒരു
പ്ലാനാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ എത്തും. ഞങ്ങൾ എന്തായാലും ഔട്ട് ഓഫ് ദി സ്റ്റേറ്റ് ഞങ്ങൾ പോകണം. അതേപോലെ തന്നെ 2030 ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 50 ഔട്ട്ലെറ്റ് എങ്കിലും ഞങ്ങൾക്ക് ഉണ്ടാവണം എന്നൊരു കൺസെപ്റ്റിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിൽ ഈ പറയുന്ന പോലെ തന്നെ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന, ഇപ്പോൾ ഫ്രാഞ്ചൈസി എടുത്തിട്ടുള്ള, അതേപോലെ തന്നെ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ ബ്രാൻഡിനെ മനസ്സിലാക്കുന്ന ഒരുപാട് ഫ്രാഞ്ചൈസി പാർട്ട്നേഴ്സ് ഈ ഫാമിലിയിലേക്ക് വരണം എന്നുള്ളതാണ് ഞങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കി ഞങ്ങളെ ഒരു ജേണി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വിഷൻ എന്തായാലും പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങളുടെ അതിയായിട്ടുള്ള വിശ്വാസം. ഓക്കെ. ഇപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് തന്നെ ഞങ്ങൾ ഹാപ്പൻ ഓഫ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഫേം ഇപ്പോൾ ഇതുവരെ LLP ഫേം ആയിരുന്നു, ഇപ്പോൾ ഹാപ്പൻ ഓഫ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേം സ്റ്റാർട്ടായി. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ ഒരു ബാക്ക് എൻഡിൽ ഞങ്ങളെ കൂടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഞങ്ങൾ ഇട്ടെറിഞ്ഞു പോയ കുറേ സ്റ്റാഫുകൾ ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെ ഏറ്റവും വേസ്റ്റ് ടൈമിൽ ഞങ്ങളെ കൂടെ നിന്ന കുറേ ഞങ്ങളെ സ്റ്റാഫുകൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതായത് ഏറ്റവും മോശം അവസ്ഥയിൽ അവർക്കും വേണമെന്നുണ്ടെങ്കിൽ റിസൈൻ ചെയ്ത് പോവാം. പക്ഷെ നമ്മളെ സിറ്റുവേഷൻ മനസ്സിലാക്കി ഞങ്ങളെ കൂടെ നിന്ന ഞങ്ങളെ സ്റ്റാഫ്, അതേപോലെ തന്നെ ഞങ്ങളെ കോർ ടീം മെമ്പേഴ്സ്, ഞങ്ങളെ ഓൾ സ്റ്റോറിലെ ഞങ്ങളെ ടീംസ്, അവരാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹാപ്പൻ ഓപ്പിൻ്റെ ബാക്ക് ബോൺ. ഓക്കെ. ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞത് എപ്പോഴും എന്ത് തന്നെയാണ്, നമ്മളുടെ സ്റ്റാഫ് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ വിഷൻ്റെ കൂടെ അവരും ശരിക്കും നമ്മളെ കൂടെ ജേണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഹാപ്പൻ ഹോപ്പിൻ്റെ വിഷൻ ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റും എന്നുള്ള 100% കോൺഫിഡൻസ് എന്തുണ്ട്, ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഞങ്ങളെ കൂടെ ജേണി ചെയ്യുന്നവർക്കും ഞങ്ങളുടെ ഇതിൻ്റെ ഭാഗമാവാം. എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മളുടെ 5 ഇയർ ജേണിയിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞത് 50 ഔട്ട്ലെറ്റ് എന്നുള്ള പ്ലാനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ.